بسم الله الرحمن الرحيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. ബഹുനിരായ
രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ശക്തമായ എല്ലാവിധ സാങ്കേതിക വിദ്യകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ എന്ന കേരളീയർക്ക് മുന്നിൽ ഇനി ഒരിക്കൽ കൂടി വിശദമായി പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത മഹത്തായ പ്രബോധന സംരംഭം രണ്ടാമതൊരിക്കൽ കൂടി കേരളത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഒരു പട്ടണത്തിൽ തന്നെ സംഘടിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രദേശത്തെ സലഫി പ്രവർത്തകർ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ ലോകത്ത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട മതം ഇസ്ലാമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയനായ വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ശത്രു ഭയപ്പെടുന്ന വേദഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. പക്ഷേ ഈ വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ മതങ്ങളുടെ വളർച്ചയെ സംബന്ധിച്ച ദർശനങ്ങളുടെ പ്രത്യയ ശാസ്ത്രങ്ങളുടെ ഉദയത്തെയും അസ്തമയത്തെയും സംബന്ധിച്ച ലോകത്ത് നടന്നുകഴിഞ്ഞ ചർച്ചകളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളും നൽകുന്ന പാഠം, ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു മതം, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വേദഗ്രന്ഥം, ഏറ്റവും കൂടുതൽ ശത്രുക്കളാൽ വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തി, ഈ മൂന്ന് കാര്യങ്ങൾക്കും ഈ മൂന്ന് സത്യങ്ങൾക്കും ലോകത്ത് ഏറ്റവും വലിയ പ്രചാരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ, അദ്ദേഹം തന്റെ അധികാരത്തിൽ നിന്ന് പിരിയാനൊരുങ്ങുന്ന ഒരു കാലയളവിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ വളരെ അർത്ഥപൂർണമായൊരു പ്രസ്താവനയുണ്ടായിരുന്നു. ലോകത്തിന് ഏറ്റവും വേഗതയിൽ വളരുന്ന, ലോകത്തെ ഏറ്റവും വലിയ വളർച്ച ലഭിച്ചുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇസ്ലാമിനെതിരിൽ കൊമ്പും തുമ്പിയുമുള്ള കൊമ്പനാനകളെ ഇറക്കി ചരിത്രത്തിൽ താങ്കളുടെ പിതാക്കന്മാർ നിർവഹിച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന തിന്മകളുടെ ഇരുണ്ട ഇടനാഴികകളിൽ ഇസ്ലാം എന്ന മതത്തിനെതിരിൽ കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ തലവൻ തന്നെ ഇങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ തീർച്ചയായും ആ പ്രസ്താവനയ്ക്ക് പിന്നിലെ ശക്തമായ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാം ലോകത്ത് വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാം എന്ന മതത്തിനെതിരിൽ എല്ലാ ശത്രുക്കളും ഒരേ മനസ്സോടുകൂടെ സംഘടിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ മൂന്നായി പിളർത്തിയിട്ട് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ തന്നെ അതിശക്തമായ സ്വാധീനം ശത്രു ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോഴുമൊക്കെ ഇസ്ലാമിന് വളരാൻ കഴിയുന്നത്, ഇസ്ലാം വികസിക്കുന്നത്, ഇസ്ലാം ജനസമൂഹങ്ങളുടെ മനസ്സിന്റെ വാതിലുകൾ തള്ളിത്തുറന്ന് അതിന്റെ അകത്തളങ്ങളിലേക്ക് കയറി ചെല്ലുന്നത്, ആരാരുമില്ലാത്ത വേളകളിൽ ഷഹാദത്തിന്റെ വാചകം ചൊല്ലി ചരിത്രത്തിൽ പ്രവാചകന്മാർ ഏറ്റെടുത്ത മഹത്തായ ദൗത്യത്തിന്റെ കടിഞ്ഞാൺ പിടിക്കാൻ ലോകത്തെ ജനലക്ഷങ്ങൾ തയ്യാറാകുന്നത്, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നതോടൊപ്പം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണകൾ തിരുത്താനും തെറ്റിദ്ധാരണകൾ തീർക്കാനുമുള്ള സംവിധാനം ലോകത്തുണ്ടാകുമ്പോഴാണ്, ലോകത്ത് ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പഠനങ്ങൾ നടന്നതുകൊണ്ടാണ്. സാൽവേഷനെ സംബന്ധിച്ചിടത്തോളം സാൽവേഷൻ ലക്ഷ്യം വെക്കുന്നതും ഈ ഒരു കോഡ് തന്നെയാണ്.
വിശിഷ്യ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ഏറ്റവും സമ്പൂർണമായ അർത്ഥത്തിൽ കാര്യങ്ങൾ എത്തിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള ശക്തമായ സംരംഭമായിരുന്നു തടമ്പാട്ടു താഴത്ത് കഴിഞ്ഞ വർഷം നടന്ന സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. സാൽവേഷൻ നൽകിയ പാഠം ഉൾക്കൊണ്ട് മുജാഹിദ് കേരളം വീണ്ടും ഒരു സാൽവേഷൻ ഒരുങ്ങുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കുവാനാവണം. നമ്മെ തെറ്റിദ്ധരിച്ച, നമ്മുടെ വേദഗ്രന്ഥത്തെ തെറ്റിദ്ധരിച്ച ആളുകൾ നടത്തുന്ന പരാമർശങ്ങൾക്കെതിരിൽ, പ്രസ്താവനകൾക്കെതിരിൽ വികാരം കൊണ്ട് റോട്ടിലിറങ്ങുകയല്ല ഒരു മുസ്ലിം ചെയ്യേണ്ട ദൗത്യം. നേരെ മറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്ന മനുഷ്യനെതിരിൽ ചെയ്യേണ്ട ബാധ്യത എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. വജാഹിദു ബിഹി ജിഹാദൻ കബീറ. ഈ വേദഗ്രന്ഥം കൊണ്ട് നിങ്ങൾ ശക്തമായ സമരം നടത്തുക എന്നാണ്. വേദഗ്രന്ഥം കൊണ്ടുള്ള സമരം, ഖുർആൻ കൊണ്ടുള്ള സമരം, ഖുർആൻ കൊണ്ടുള്ള പോരാട്ടം അത് ഗ്രനേഡായി പൊട്ടിത്തെറിക്കലോ ക്രൂസ് മിസൈലായി വർഷിക്കലോ അല്ലെങ്കിൽ ബോംബായി മനുഷ്യർക്കു നേരെ എറിയപ്പെടലോ അല്ല. മറിച്ച് ഖുർആനിന്റെ ആശയങ്ങളെ ശക്തമായ സംവേദന ക്ഷമതയുള്ള വചനങ്ങളെ കൃത്യമായ ചർച്ചക്കും കൃത്യമായ പഠനങ്ങൾക്കും സാക്ഷിയാക്കുവാൻ കഴിയുന്നിടത്താണ് തീർച്ചയായും പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യത നിർവഹിക്കപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാതിരിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ലോകത്ത് ഇസ്ലാമിന്റെ വിമർശകർ, വിശിഷ്യ ഓറിയന്റലിസ്റ്റുകൾ സൃഷ്ടിച്ച ഒരുപാട് തെറ്റിദ്ധാരണകളും വിമർശനങ്ങളും ഉണ്ട്. ആ തെറ്റിദ്ധാരണകളുടെയും വിമർശനങ്ങളുടെയും മധ്യത്തിൽ നിന്ന് ആ പ്രവാചകനെ വിമർശിക്കാൻ വേണ്ടി പഠിച്ചവർക്ക് പിന്നീട് ചരിത്രത്തിൽ ആ റസൂലുള്ളാഹിയുടെ അനുയായിയായി മാറിയത് കഴിഞ്ഞ കാലത്തുമുണ്ട്, ഈ കാലഘട്ടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യമാമയിലെ ഒരു സുപ്രസിദ്ധനായ നേതാവിനെ ഇസ്ലാമിക സമൂഹം അവരുടെ പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടപ്പോൾ, പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട ആ നേതാവ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനതക്കെതിരിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാടിനെതിരിൽ നിഗൂഢമായ നീക്കങ്ങൾ നടത്തിയ മനുഷ്യനെ യുദ്ധ തടവുകാരനായി മദീന പള്ളിയിൽ കെട്ടിയിടപ്പെട്ടപ്പോ അയാൾ മദീന പള്ളി ശാന്തമായി കണ്ടുകൊണ്ടിരുന്നു. കിട്ടിയ ഭക്ഷണം കഴിച്ച് ശാന്തമായി മദീന പള്ളിയിലെ ആരാധനാക്രമങ്ങളും ആചാരക്രമങ്ങളും നോക്കിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ നോക്കൂ നിങ്ങൾ, കുറെ ദിവസം കഴിയുമ്പോ അയാൾ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിക സമൂഹത്തിലെ അംഗമായി മാറുന്ന വൈകാരിക നിമിഷത്തിന് ലോകചരിത്രം സാക്ഷിയായിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാഷ്ട്രത്തിനും അദ്ദേഹത്തിന്റെ അധികാര സംവിധാനങ്ങൾക്കുമെതിരിൽ, അദ്ദേഹത്തിന്റെ മതത്തിന്റെ ആദർശത്തിനെതിരിൽ പടവാളുയർത്തിയ വ്യക്തി അദ്ദേഹത്തിന്റെ പള്ളിയിൽ വന്ന് ഷഹാദത്ത് ഉച്ചരിച്ചത് സ്വാഭാവികമായും പഠിക്കാൻ അവസരം കിട്ടിയപ്പോഴായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം വളരെ കൃത്യമാണ്. ലോകത്തിന് കടന്നുവന്ന അന്തിമ പ്രവാചകൻ, ചരിത്രത്തിന് മാർഗദർശകനായി കടന്നുവന്ന അവസാനത്തെ ദൂതൻ, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും വെളിച്ചം പകരാൻ വേണ്ടി കടന്നുവന്ന ലോകത്തിന്റെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ, മാർഗദർശനത്തിന്റെ, വെളിച്ചത്തിന്റെ, നന്മയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി ചരിത്രത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടാകുന്ന ഏക വ്യക്തിത്വം, ആ പ്രവാചകനെതിരെയുള്ള തെറ്റുദ്ധാരണകളെ തിരുത്തേണ്ടതും പഠിക്കേണ്ടതും വിശ്വാസിയുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടതും ആ പ്രവാചകനെ ആദരിക്കേണ്ടതും ആ പ്രവാചകനെ ബഹുമാനിക്കേണ്ടതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചറിയുന്ന, ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുന്ന, ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ആർക്കും ആ വിഷയത്തിൽ ഒരു ധാരണപ്പിഴവുണ്ടാകൂല. പക്ഷേ ഞാൻ എന്റെ വിഷയം പറയുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അതിന്റെ ആദർശത്തെ സംബന്ധിച്ചും സ്വാഭാവികമായും തെറ്റിദ്ധരിച്ച ആളുകൾ മനസ്സിലാക്കുന്നതും അവരവരുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടായി കൊണ്ടു നടക്കുന്നതും മുസ്ലിം സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണ്ട എന്ന് പറയുന്നവരാണ് എന്നൊരു തെറ്റിദ്ധാരണ സമൂഹം വെച്ച് പുലർത്തുകയാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒരാവർത്തി വായിച്ചവർക്ക് ഏറ്റവും ചുരുങ്ങിയത് അതിലെ കേവലം ചില വരികളെങ്കിലും, കേവലം ചില ആയത്തുകളെങ്കിലും, കേവലം ചില ഹദീസുകളെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും അവസരം കിട്ടിയ ഒരാൾക്കെങ്കിലും ഈ തെറ്റുദ്ധാരണ പുലർത്തുവാനും ഈ തെറ്റുദ്ധാരണ വെച്ച് മുന്നോട്ടു പോകുവാനും കഴിയുകയില്ല. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ 9-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വചനത്തിൽ ഒരു മുസ്ലിം അള്ളാഹുവിന്റെ റസൂലിനെ ഏതുപോലെ
സ്നേഹിക്കണം, അല്ലെങ്കിൽ എന്തിനേക്കാളെല്ലാം സ്നേഹിക്കണം, എത്ര ശ്രേഷ്ഠമായി സ്നേഹിക്കണം, ആ സ്നേഹത്തിന്റെ അളവും തോതും എന്താണെന്ന് ഖുർആൻ കൃത്യമായി വിശദീകരിക്കുന്നു. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും, നബിയെ പറയുക, നിങ്ങളുടെ മുന്നിൽ സാക്ഷിയായ സ്വഹാബത്തിനെ സാക്ഷി നിർത്തി ലോകത്ത് കടന്നു വരാനിരിക്കുന്ന മുഴുവൻ വിശ്വാസി സമൂഹങ്ങളോടും അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ പറയുക, ഇൻ കാന ആബാഉകും വഅബ്നാഉകും, നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളുടെ മക്കളും നിങ്ങൾക്കാണെങ്കിൽ, വഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങൾക്കാണെങ്കിൽ, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകളും നിങ്ങൾക്കാണെങ്കിൽ, വാശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുക്കളും കുടുംബങ്ങളും നിങ്ങൾക്കാണെങ്കിൽ, വംബാലുനിഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് അതാണ് നിങ്ങൾക്കെങ്കിൽ, വതിജാറതൻ തഖ്ശൗന കസാദഹ വമസാകിന തർലൗനഹ, നിങ്ങൾ അധ്വാനിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കച്ചവടമോ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ വീടോ നിങ്ങൾക്കാണെങ്കിൽ, അതുപോലെ തന്നെ ഈ അഹബ്ബയിലേക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പിതാക്കന്മാരാണെങ്കിൽ, കുട്ടിയായ കാലത്ത് തന്റെ ശൈശവത്തിൽ, തന്റെ ബാല്യത്തിൽ, തന്റെ യുവത്വത്തിൽ, തന്റെ എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഇടപെട്ട് തനിക്കു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന പിതാവാണ് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ഭ്രൂണത്തിൽ പിറന്ന നിന്റെ കണ്ണീരിന്റെ, നിന്റെ പുഞ്ചിരിയുടെ, നിന്റെ സന്തോഷത്തിന്റെ, നിന്റെ ആഘോഷത്തിന്റെ, നിന്റെ പ്രതീക്ഷയുടെ ആ അടിസ്ഥാന കാരണമായ നിന്റെ മകനാണെങ്കിൽ, മക്കളാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ, അതുപോലെ തന്നെ നിന്റെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ നിന്റെ സഹോദരങ്ങളുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ജേഷ്ഠനും അനിയനും ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ കുടുംബജീവിതത്തിന്റെ വിരിക്കപ്പുറത്ത് നിനക്ക് സ്നേഹവും ഓമനത്വവും നൽകുന്ന പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ, അതുപോലെ നിന്റെ കുടുംബാംഗങ്ങളും നിന്റെ കച്ചവട സ്ഥാപനവും കച്ചവടവും എല്ലാം ഉണ്ടല്ലോ, അതുപോലെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, നീ അധ്വാനിച്ചുണ്ടാക്കിയ വീട് 10-15 വർഷം വിദേശത്ത് പോയി ജോലി ചെയ്തിട്ട് അയാൾക്ക് ആകെ സമ്പാദിക്കാൻ കഴിഞ്ഞത് ആ മാർബിൾ കൊട്ടാരമാണെങ്കിൽ, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം വിശ്വാസി സമൂഹത്തെ കൃത്യമായി പഠിപ്പിക്കുന്നു, ആ വീടാണ് നിങ്ങൾക്ക് ഉത്തമമെങ്കിൽ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഉത്തമമെങ്കിൽ, എന്തിനേക്കാളും അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതൊക്കെയാണെങ്കിൽ നബിയെ അവരോട് താങ്കൾ പറഞ്ഞേക്കുക, ഫതറബ്ബസൂ, മനുഷ്യരെ കാത്തിരിക്കണം നിങ്ങൾ, അല്ലാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്ന, വിധി കൊണ്ടുവരുന്ന, ഉത്തരവ് കൊണ്ടുവരുന്ന ഒരു നാളുവരെ വാപ്പാനെ ഇഷ്ടപ്പെട്ട് റസൂലുള്ളാഹിയെ നിങ്ങൾക്ക് തള്ളാം, മകനെ ഇഷ്ടപ്പെട്ട് അല്ലാഹുവിനെ നിങ്ങൾക്ക് തള്ളാം, ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് മതവിധികളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താം, അല്ലെങ്കിൽ സ്വന്തം കച്ചവട സ്ഥാപനം പൊളിയുമെന്നതുകൊണ്ട് ഖുർആനും സുന്നത്തും വളരെ കൃത്യമായി പഠിപ്പിച്ചൊരു വിഷയം ജീവിതത്തിൽ നടപ്പിലാക്കാതെ നിങ്ങൾക്ക് പിന്മാറാം. ഇതേതുവരെയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ വിധി വരുന്ന നാൾ വരെ മാത്രം. അവിടെ ചെല്ലുമ്പോ അല്ലാഹു പറയുന്നു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഈ തമ്മാടിത്തം ചെയ്ത ആളുകളെ അല്ലാഹു ഒരിക്കലും നേർമാർഗത്തിലാക്കുകയില്ല എന്നാണ്. ഈ വിശുദ്ധ ഖുർആൻ വചനം പഠിച്ച ഒരാൾക്കും സഹോദര അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ പാടില്ലാന്നോ, സ്നേഹിച്ചുകൂടാന്നോ, പ്രവാചകനെ ഇഷ്ടപ്പെട്ടുകൂടായെന്നോ പറയാൻ കഴിയുകയില്ല. ഉപ്പാനെക്കാളും എങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ? ഭാര്യയെക്കാളും എങ്ങനെയാണ് റസൂലുള്ളാഹിയെ പ്രേമിക്കൽ? അല്ലെങ്കിൽ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെക്കാളും കച്ചവടത്തെക്കാളും ഒക്കെ എങ്ങനെ നബിയെ സ്നേഹിക്കും? നബി മുന്നിലുണ്ടോ? ആ റസൂലുള്ളാഹിയെ മുസാഫഹത്ത് ചെയ്യാൻ, ആ പ്രവാചകന്റെ ശരീരത്തിലേക്ക് വരുന്ന ഓരോ അമ്പുകളെയും വിരിമാറിലേക്ക് സ്വീകരിച്ച് ചരിത്രം സൃഷ്ടിച്ച സ്വഹാബത്തിനെ പോലെ ആ ശക്തമായ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകാൻ ബദറില്ലാത്ത കാലത്ത്, ഉഹദില്ലാത്ത കാലത്ത്, ഖന്തക്കില്ലാത്ത കാലത്ത്, അതുപോലെ ഐൻജാലൂത്തുകളില്ലാത്ത, പോരാട്ടഭൂമികളില്ലാത്ത, ഊശര സംഘടനകളുടെ പോരാട്ടഭൂമികളില്ലാത്ത കാലത്ത് വിശ്വാസികൾക്ക് എങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയുന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെക്കാളും ഇവരെ ആരെയും സ്നേഹിക്കരുതേ എന്ന് പറഞ്ഞാൽ, നബിയോ ഖുർആനോ ഒരു തത്വം പറഞ്ഞാൽ, ഒരു സിദ്ധാന്തം പറഞ്ഞാൽ, പലിശക്കെടുക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞാൽ, വീട് വെക്കാൻ പലിശക്കെടുക്കേണ്ടി വന്നാൽ എടുക്കാതിരിക്കുക എന്നത് പ്രവാചക സ്നേഹമാണ് സഹോദര. അല്ലാഹുവിന്റെ റസൂലിന്റെ വിധി അനുസരിച്ച്, നിർദ്ദേശം
നിർദ്ദേശമനുസരിച്ച് കച്ചവടത്തിൽ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തരുത് എന്ന വിധി നിലനിൽക്കുമ്പോൾ തന്നെ കച്ചവടം പൊളിയും എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നബിയോടുള്ള സ്നേഹം കൊണ്ട് അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്താതിരുന്നാൽ തിരുദൂതരോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം പരിപൂർണാർത്ഥത്തിൽ ഇല്ലെങ്കിലോ ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമല്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ച വിധി. നോക്കൂ നിങ്ങൾ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഇമാം മുസ്ലിമിന്റെ 14ാമത്തെ ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളുടെ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവരിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ. എന്തിനേക്കാളൊക്കെ ഇഷ്ടപ്പെടണം? മിൻ വാലിദിഹി, അവന്റെ ഉപ്പനേക്കാൾ ഇഷ്ടപ്പെടണം. വലദിഹി, മകനേക്കാൾ ഇഷ്ടപ്പെടണം. അതുകൊണ്ടും തീർന്നില്ല, വന്നാസി അജ്മഈൻ, ഇനി അതിൽ ഉൾപ്പെടാത്ത ആരുമില്ല, എല്ലാവരെക്കാളും ഇഷ്ടപ്പെടണം. അപ്പൊ സ്വന്തം നഫ്സോ, എന്റെ നഫ്സിനെക്കാളും എനിക്ക് റസൂലുള്ളാഹിനെയാണ് ഇഷ്ടപ്പെടേണ്ടത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിയോട് പറഞ്ഞൊരു സംഭവം ഇമാം മുസ്ലിമിന്റെ 44ാമത്തെ ഹദീസിലുണ്ട്. അതിൽ നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹം പറയാണ്, ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെയാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ഉത്തരം പറഞ്ഞു. എന്താ ഉത്തരം എന്നറിയോ? വല്ലാഹി ഉമറേ, അല്ലാഹുവാണ് സത്യം, ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല. നിങ്ങളുടെ ശരീരത്തെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഉമറേ, നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ, നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആഗ്രഹത്തിനും അനുകൂലമായ ഒരു കാര്യത്തിൽ നബി തീരുമാനം പറഞ്ഞു പറ്റില്ല എന്ന്. ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ മുഖത്ത് താടി വളർത്തണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. പക്ഷേ ഭാര്യയോ കുടുംബാംഗങ്ങളോ ഒക്കെ സംസാരിച്ചപ്പോൾ അയാളുടെ മുഖത്തെ താടി അയാൾ വടിച്ചാൽ 23 ഹദീസുകളിലൂടെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചര്യക്കെതിരായിട്ടാണ് അയാൾ പ്രവർത്തിച്ചത്. അവിടെ സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം ഭാര്യയെക്കാളും അയാൾക്ക് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, സ്വഹാബത്ത് അങ്ങനെ സ്നേഹിച്ചവരായിരുന്നു. അവർക്ക് നബിയെ സ്നേഹിച്ചപ്പോൾ അഗാധമായ സ്നേഹം അവരുടെ മനസ്സിൽ തട്ടിയപ്പോൾ അവരുടെ ഹൃദയത്തിൽ പലപ്പോഴും നബിയോടുള്ള സ്നേഹം മരണത്തിന് ശേഷം എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന വിചാര സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സൗബാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിലേക്ക് കയറി വന്ന രംഗം, മുഅ്മിനീങ്ങളെ, പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണമെന്ന വിഷയം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളെ നിങ്ങൾ കേൾക്കണം. സൗബാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിൽ വന്നപ്പോ അദ്ദേഹത്തെ കണ്ടപ്പോ പ്രവാചകൻ എന്തൊക്കെയോ ഒരു വല്ലായ്മ അനുഭവപ്പെടുന്നു, എന്തൊക്കെയോ ഒരു അരുതായ്മ അനുഭവപ്പെടുന്നു. നബി ചോദിച്ചു, സൗബാനെ എന്തുപറ്റി? ബിസ്ലാസ്ലമ തങ്ങള് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തു പറ്റി സൗബാനെ? സാധാരണ കാണുന്നത് പോലെ അല്ലല്ലോ, നിങ്ങൾ വല്ലാതെ വിവർണനായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ ഈ പള്ളിയിൽ വരുന്നു, നിങ്ങളുടെ ക്ലാസ് കേൾക്കുന്നു, നിങ്ങളുടെ ചാരത്തിരിക്കുന്നു, എന്റെ പ്രവാചകന്റെ സാന്നിധ്യം എനിക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സൗബാൻ ലോകത്തോട് യാത്ര പറയും. ഈ തപ്പന കായ്ക്കുന്ന മണ്ണിൽ നിന്ന് ഈ മണ്ണിന്റെ അടിയിലേക്ക് സൗബാൻ തിരിച്ചു പോകുന്ന നേരത്തെ സംബന്ധിച്ച് ആ സൗബാനത ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ വെപ്രാളമാണ്. അദ്ദേഹം പൂർത്തീകരിച്ചു. ഗദ്ഗദത്തോടുകൂടെ നബിയുടെ മുന്നിൽ ഇടറിയ സ്ഥലത്തിൽ അദ്ദേഹം വിശദീകരിച്ചു, നബിയെ, മരണത്തോടുകൂടെ നിങ്ങളൊക്കെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനായി ഉന്നതമായ ശ്രേണിയിലിരിക്കുമ്പോ ഞാൻ സ്വർഗത്തിലെത്തിയാൽ തന്നെ നബിയെ എനിക്ക് നിങ്ങളുമായി കണ്ടുമുട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷ എനിക്കില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വല്ലാത്ത സങ്കടത്തിലാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ പ്രവാചകന്റെ മുഖം ഒന്നുകൂടെ ഗൗരവമായി. ആ നബി മൗനം അവലംബിച്ചു. അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ കണങ്ങൾ കണ്ടപ്പോ ലോകത്തിന്റെ റസൂലിന്റെ മുന്നിൽ 1000 പ്രാവശ്യം ഇരിക്കുകയും ഒരുപാട് വചനങ്ങൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്ത സ്വഹാബത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആഗമനത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, സാഹൂതമായ സദസ്സിന്റെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ടെന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ
നബിയെ സ്നേഹിക്കുന്നവർക്ക് നബിയുടെ കൂടെ സ്വർഗത്തിലിരിക്കാനുള്ള വഴി വിശദീകരിക്കുന്നു. ഞാൻ പറയുന്നു, ആരും വിഷമിക്കരുത്, ആരും വേദനിക്കരുത്. പ്രസ്തുത വചനത്തിലുള്ളത് റബീഉൽ അവ്വൽ 12 അന്ന് കൊടിയും കെട്ടിയിട്ട് റോട്ടിലേക്ക് ഇറങ്ങിക്കോ മുസ്ലിം സമുദായമേ എന്നായിരുന്നില്ല. ചെണ്ടയും പിപ്പിപ്പിയും എടുത്ത് ആഘോഷത്തോടുകൂടെ റോട്ടിലേക്ക് ഇറങ്ങിക്കോ മുസ്ലിം സമുദായമേ എന്നായിരുന്നില്ല. അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേക കൊടുത്ത് ആചാരം സൃഷ്ടിക്കണമെന്നതായിരുന്നില്ല. മറിച്ച് സൗബാന സാക്ഷി നിർത്തി സൗബാൻ എന്ന വ്യക്തിയിലൂടെ ആ പ്രവാചകന്റെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ച ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ നബിയെ, ഇവിടം വിട്ടാ പിന്നെ സൗബാൻ എങ്ങനെ നിങ്ങളെ കാണും നബിയെ, നിങ്ങളുടെ കൂടെ എങ്ങനെ ഇരിക്കും നബിയെ, സാധാരണക്കാരനായ സൗബാൻ നബിയെ നിങ്ങളുടെ സാന്നിധ്യം എങ്ങനെ കിട്ടും നബിയെ എന്ന ആ വലാതി ബോധിപ്പിക്കുന്നവർ ഇതാ ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി അതിന്റെ പരിഹാരം നബി പാരായണം ചെയ്തു. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ സങ്കേതം നാളെ അമ്പിയാക്കളുടെ കൂടെയായിരിക്കും, ശുഹദാക്കളുടെ കൂടെയായിരിക്കും, രക്തസാക്ഷികളുടെ കൂടെയായിരിക്കും, സുകൃതം ചെയ്ത് മരിച്ചുപോയ സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കും, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച നല്ല മനുഷ്യരുടെ കൂടെയായിരിക്കും. അതല്ലയോ ഏറ്റവും നല്ല കൂട്ടുകെട്ട്? ആ കൂട്ടുകെട്ട് കിട്ടാൻ വേണ്ടി ഭൂമിയിലെ എല്ലാ കൂട്ടുകെട്ടുകളും ഒഴിവാക്കേണ്ടേ മനുഷ്യരെ? ഭൂമിയിലെ എല്ലാ സംഘടനാ പശ്ചാത്താപിത്തങ്ങളും സംഘശക്തികളും വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്ന ആഹ്വാനത്തിന്റെ പിന്നിൽ അണിനിരക്കുക എന്ന നിർദ്ദേശമാണ് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്തെന്ന് ഓതി കേൾപ്പിച്ചത്. നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പൊ സ്വഹാബത്ത് സ്നേഹിച്ചിട്ടുണ്ട്. സ്വഹാബത്ത് സ്നേഹിച്ച് എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ നോക്കൂ നിങ്ങൾ, റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നൊരു സ്വഹാബിയുടെ ചരിത്രമുണ്ട്. റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്ന ആ സ്വഹാബിയോട് റുസ്തം ആവശ്യപ്പെട്ടത് ഞാൻ റസൂലാണ് എന്ന് നീ അംഗീകരിക്കണം എന്നതായിരുന്നു. അയാളെ ഒരിക്കലും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ആ സ്വഹാബി ഒരിക്കലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോ ആ സ്വഹാബിയുടെ ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങൾ വാളുകൊണ്ട് മുറിച്ചെടുത്ത് ആ സ്വഹാബി അതാ ദേഹം അന്ത്യശ്വാസം വലിക്കുന്ന സമയത്തും ആ സ്വഹാബി പറഞ്ഞ വാചകങ്ങൾ ചരിത്രത്തിൽ പ്രസിദ്ധമല്ലേ? ഞാനൊരു മുഅ്മിനായി മരിക്കുന്നതിൽ എനിക്ക് പരാതിയില്ല, ലോകത്തിന്റെ റസൂലിനെ റസൂലായി കണ്ടു മരിക്കുന്നതിൽ എനിക്ക് പരാതിയില്ലെന്ന് പറഞ്ഞ മഹാമനുഷ്യർ ജീവിച്ച ഒരു ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തിൽ ഇതാ ഈ പ്രദേശത്ത് വെച്ച് ഈ സന്ധ്യാവേളയിൽ ഒരു ചർച്ച നടക്കുന്നു. അള്ളാന്റെ റസൂലിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന ചർച്ച. പ്രിയപ്പെട്ടവരെ, ആ ചർച്ചയിൽ നിങ്ങൾക്ക് 3 അഭിപ്രായങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കാൻ കഴിയും. ഒന്നാമത്തെ അഭിപ്രായം എന്താണെന്നറിയുമോ? ഒന്നാമത്തെ അഭിപ്രായം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടത് റബീഉൽ അവ്വൽ 12 അന്ന് പ്രത്യേക ആഘോഷവും പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് മുസ്ലിയാക്കന്മാരും അല്ലാത്ത ആളുകളും റോട്ടിലിറങ്ങി, സ്ത്രീകൾ ഓരോ സ്റ്റോപ്പിലും കാത്തുനിന്ന് ചെണ്ടയും മേളവും ദഫും ആചാരവും അനുഷ്ഠാനവും ഭക്ഷണവും അങ്ങനെ എല്ലാം പൊടിപൊടിക്കുന്ന ആഘോഷത്തോടു കൂടെ ആഘോഷിക്കണം. റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേക സ്ഥാനം കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നവരെ നബിയെ സ്നേഹിച്ചിട്ടുള്ളൂ, അല്ലാത്തവർക്കൊന്നും നബിയോട് സ്നേഹമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായമുണ്ട്. അതെന്താ? രണ്ടാമത്തെ അഭിപ്രായം ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൊടുത്ത് പ്രത്യേക ആചാരവും അനുഷ്ഠാനവും ഉണ്ടാക്കലല്ല. നേരെ മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന്റെ ഓരോ രംഗത്തും പഠിപ്പിച്ച ചര്യകൾ ജീവിതത്തിൽ പകർത്തുകയും ആ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ നടപ്പിലാക്കി നബിയോടുള്ള കടമയും കടപ്പാടും രേഖപ്പെടുത്തുകയും ആ നിലയ്ക്ക് നബിയുടെ ആചാരങ്ങളും ക്രമങ്ങളും ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് പ്രവാചക സ്നേഹത്തിന്റെ യഥാർത്ഥ മുഖമെന്ന് രണ്ടാമത്തെ വിഭാഗം പറയുന്നു. മൂന്നാമത്തെ വേറൊരു വിഭാഗമുണ്ട്. അവര് പറയുന്നത് ഇതൊന്നും അത്ര പ്രസക്തമായ വിഷയമല്ല.
ഇതൊന്നും അത്ര പ്രസക്തമായ വിഷയമല്ല. സമൂഹത്തിൽ നൂറുന്ന നൂറ് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ വേണമെങ്കിൽ അങ്ങനെ നബിദിനൊക്കെ ആഘോഷിക്കാം. അന്ന് നബിയുടെ കുറച്ച് ഫളല്, നബിയെ സംബന്ധിച്ച തെറ്റിദ്ധാരണ തിരുത്തൽ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. വേണമെങ്കിൽ അനാവശ്യമായ ആ മാലിന്യ കാര്യങ്ങളൊക്കെ ഒന്നും ഒഴിവാക്കിയാലും വലിയ തകരാറില്ല. ഇനി തർക്കം വരുമെങ്കിൽ അതും ഒഴിവാക്കണമെന്നില്ല എന്നാണ് മൂന്നാമത്തെ അഭിപ്രായം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ, അഭിപ്രായ വ്യത്യാസങ്ങളോട് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട സമീപനം വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിലേക്കും നബിചര്യയിലേക്കും മടക്കണം. ഖുർആനിലേക്കും നബിചര്യയിലേക്കും മടക്കിയാൽ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ മാസങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനം. എല്ലാ സഹോദരങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണം. ആ വചനത്തിലുള്ളത് എന്താ? ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽക്ക് മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. മാസങ്ങൾ 12 എണ്ണമായത് പിൽക്കാലത്തുണ്ടായ ഒരു എണ്ണമോ ക്രമമോ അല്ല, മറിച്ച് 12 മാസങ്ങളുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾക്ക് മഹത്വമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനിൽ 4 മാസങ്ങൾക്ക് മഹത്വമുണ്ട് എന്ന് പറഞ്ഞിടത്തോ അല്ലെങ്കിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തോ റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ടെന്നോ, റബീഉൽ അവ്വൽ 12-ന് അതിനേക്കാളും വലിയ മഹത്വമുണ്ടെന്നോ ഖുർആൻ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? 4 മാസങ്ങൾക്ക് മഹത്വമുണ്ട് എന്ന് പറഞ്ഞ ആയത്ത് നമുക്ക് കാണാം. പക്ഷേ ഖുർആനിൽ തെരഞ്ഞാൽ ആ 4 മാസങ്ങൾ ഏതാന്നുള്ളത് മനസ്സിലാകൂല. അത് ഹദീസിലാണുള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച 4662-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഏതൊക്കെയാണത്? മിൻഹാ അർബഅത്തുൻ ഹുറും സലാസത്തുൻ മുതവാലിയാത്ത്, 3 എണ്ണം തുടർച്ചയായി വരുന്നു. ഏതൊക്കെ? ദുൽഖഅദ, ദുൽഹിജ്ജ വ മുഹറം, 3 എണ്ണം തുടർച്ചയായി വരുന്നു. പിന്നെ റജബ് 4 മാസം അല്ലേ? പിന്നുള്ളത് റമളാൻ മാസം. ഇതല്ലാതെ ഖുർആനിൽ നിങ്ങൾ പഠിക്കണം സുഹൃത്തുക്കളെ. ഇതിനിവിടെ ഒരു വിശദീകരണം നമ്മുടെ സുഹൃത്തുക്കൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അന്ന് വിശദീകരിക്കുകയും വേണം. വിശുദ്ധ ഖുർആൻ പരതിയാൽ, ഖുർആനിലെ സൂചനകളുടെ വെളിച്ചത്തിൽ ഹദീസിൽ പരതിയാൽ റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ടെന്നോ ഒരൊറ്റ വചനവും ഖുർആനിൽ നിന്ന് ഒരാൾക്കും കാണാൻ കഴിയുകയില്ല. ഇനിയോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള 2ാമത്തെ പ്രമാണം. നബി പറഞ്ഞു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം 23 വർഷം ജീവിച്ചുവെങ്കിൽ, പ്രവാചകനായി ജീവിച്ചുവെങ്കിൽ 22 റബീഉൽ അവ്വൽ കഴിഞ്ഞുപോയി എങ്കിൽ മുസ്ലിം സമുദായമേ പഠിക്കണം നമ്മൾ. 22 റബീഉൽ അവ്വലിൽ 22 വേണ്ട, 20 വേണ്ട, 2 വേണ്ട, ഒന്നെങ്കിലും നബി ആഘോഷിച്ചിട്ടുണ്ടോ? അന്ന് ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അന്ന് നബി ആഘോഷിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്വഹാബി ആഘോഷിച്ചത് നബി അംഗീകരിച്ചിട്ടുണ്ടോ? നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇനിയോ നിങ്ങൾ നോക്കൂ, ഹദീസിന്റെ നിരവധി കിതാബുകളുണ്ട്. ബുഖാരി പോലെ, മുസ്ലിം പോലെ, തുർമുദി പോലെ, ഇമാം ദാരിമിയുടെ കിതാബ് പോലെ, ഇബ്നു മാജ പോലെയുള്ള നിരവധി ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ സുനനുകൾ, മസാനീദുകൾ, മജാമിഉകൾ, ഇങ്ങനെ വേറെ ഹദീസ് ക്രോഡീകരിച്ച ക്രമത്തിനനുസരിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു കിതാബിൽ ഇമാം ബുഖാരി തൊട്ട് ഒരൊറ്റ ഹദീസ് പോലും ദുർബലമായ ഹദീസ് പിന്നെ കാണാൻ കഴിയാത്ത ഇമാം ബുഖാരിയുടെ ഗ്രന്ഥം തൊട്ട് ഇമാം മുസ്ലിമിന്റെ ഗ്രന്ഥം തൊട്ട് ബാക്കി ദുർബല ഹദീസുകളും അല്ലാത്തതും അടങ്ങുന്ന ഹദീസിന്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഒരു ഹെഡിങ് പോലും കാണാൻ പറ്റൂല. മക്കന്റെ ഫളല്, മദീനയുടെ ഫളല് അല്ലേ, ഇങ്ങനത്തെ അല്ലെങ്കിൽ ആയിഷ ബീവിയുടെ ഫളല്, ഇതുപോലത്തെ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലത്തെ മഹത്വങ്ങൾ ഒരുപാട് കാണാൻ കഴിയും. സ്വഹാബത്തിന്റെ ഫളല്, സ്വഹാബത്തിൽ തന്നെ ഇന്ന ആളുകൾക്കുള്ള പ്രത്യേക മഹത്വം ഒക്കെ കാണാൻ പറ്റും. എന്നാലോ റബീഉൽ അവ്വൽ മാസത്തിന്റെ മഹത്വം വിശദീകരിച്ചത് കാണാൻ പറ്റുമോ? ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പോലും, ഒറ്റ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നമുക്കത് കാണുവാൻ കഴിയുകയില്ല. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെക്കാളും ഇത് ആഘോഷിക്കാൻ അർഹരാരാ?
ആഘോഷിച്ച ആളുകളൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിക്കാം. ഇത് പറയുന്നത് മുജാഹിദുകളാണ്, വേദി കെട്ടിയത് മുജാഹിദുകളാണെന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ അവരെ സംബന്ധിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതി വെക്കാതെ നമ്മൾ പഠിക്കാം. അല്ലെ, നമുക്ക് പഠിക്കാലോ. നമ്മളെ ബുദ്ധി നമ്മൾ ആരുടെയും മുന്നിൽ പണയപ്പെടുത്തിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, 4 ഖലീഫമാരിൽ തന്നെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിം സമുദായത്തിന് നേതൃത്വം കൊടുത്തിരുന്നു. ഏകദേശം ഹിജറ 11 മുതൽ 13 വരെയുള്ള കാലയളവ് മുസ്ലിം സമൂഹത്തിന്റെ ഭരണകർത്താവായിരുന്നു അദ്ദേഹം. ഞാൻ ചോദിക്കട്ടെ, ഈ കാലയളവിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റോട്ടിലേക്ക് പ്രകടനം കൊണ്ടിറങ്ങിയോ? 1/2 മീറ്റർ റാലി നടത്തിയോ? അരച്ചുള കാരക്കം കൊടുത്തോ? 1/2 ഗ്ലാസ് പായസം കൊടുത്തോ? അരവരി നബിയെ ഈ കാര്യം കൊണ്ട് പ്രാധാന്യം കൊടുത്ത് പ്രശംസിച്ചോ? നമ്മൾ പഠിക്കാം. അല്ലെ, പ്രവാചകനെ സ്നേഹിക്കണമെങ്കിൽ റബീഉൽ അവ്വൽ ആഘോഷിക്കണം. അല്ലാത്തവരൊന്നും നബിയെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ ആത്മാർത്ഥമായി സുഹൃത്തുക്കളെ ഈ വിഷയത്തെ സംബന്ധിച്ചൊന്ന് പഠിക്കാം. ഇനി നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ ഖലീഫയാര ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങൾക്ക് 13 മുതൽ ഹിജറ 13 മുതൽ 23 വരെ ഏകദേശം 10 വർഷം അദ്ദേഹം മുസ്ലിങ്ങൾക്ക് ഭരണപരമായ നേതൃത്വം നൽകി അദ്ദേഹം ഭരിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് നമുക്കറിയുന്നത് പോലെ കിസ്റ കൈസർ ചക്രവർത്തിമാരുടെ അധികാര സിംഹാസനങ്ങൾ തട്ടിത്തെറിക്കപ്പെട്ട ഖാലിദ് ബിൻ വലീദ് എന്ന റളിയല്ലാഹു അൻഹു എന്ന ധീരനായ പോരാളിയുടെ ശക്തമായ സമരം കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ ആത്മാർത്ഥമായി നിലകൊണ്ട സ്വഹാബത്തിന്റെ ശക്തമായ ശ്രമം കൊണ്ട് കിസ്റയുടെ ഖജനാവ് മുസ്ലിങ്ങൾ കീഴടക്കിയ കാലാണ്. ഒരു ചെറിയ നിർദ്ദേശം കൊടുത്താൽ മദീനയിലും മക്കയിലും ജസീറത്തുൽ അറബിലും കടലും കടന്ന് അജമികളുടെ മണ്ണിൽ മുസ്ലിങ്ങൾ എത്തിപ്പെട്ട പ്രദേശങ്ങളിലും നബിദിനാഘോഷം പൊടിപൊടിക്കും. പക്ഷേ ഒരുപാട് സ്ഥലത്ത് വേണ്ട, മക്കയിലെ മദീനയിലെ 1/2 ഇഞ്ച് സ്ഥലത്ത് 1/2 സെന്റ് സ്ഥലത്ത് ഒരു മീലാദ് യോഗം ഉണ്ടോ? ഒരു മീലാദ് യോഗം നടന്നത് ഒരാൾക്ക് പോലും കാണിക്കാൻ പറ്റൂല. എന്നാലോ മുസ്ലിം സമുദായത്തിൽ നിന്ന് നടക്കുന്നില്ലേ? മുസ്ലിം സമുദായത്തിൽ ഉണ്ണി മുഹമ്മദുമാരെ സൃഷ്ടിച്ച് ഉണ്ണി മുഹമ്മദുമാരെ പടച്ച് സ്ത്രീകളെയും കുട്ടികളെയും തെരുവിലിറക്കിവരെ ഇതുപോലത്തെ ആഘോഷം നടക്കുന്നു. ഞാനിവിടെ ഒരു രംഗം നിങ്ങളെ കാണിക്കാം. ഈ രംഗം വെച്ചിട്ട് ഇതുപോലത്തെ എത്ര രംഗം പിന്നെ നമ്മുടെ ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തുവെന്നത്, അവരാഘോഷിച്ചുവെന്നത് നിങ്ങൾ ബോധപൂർവമെന്ന് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഉണ്ണികൃഷ്ണൻ ഉണ്ടാകുമ്പോ, ഉണ്ണിയേശു ഉണ്ടാകുമ്പോ ഞങ്ങൾക്കും വേണം ഉണ്ണി മുഹമ്മദ് എന്ന് ചിന്തിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയോർത്ത് സുഹൃത്തുക്കളെ പരിതപിക്കേണ്ട രംഗമാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധാപൂർവം കണ്ടോളൂ. ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതിനും മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനും ഈ ദിവസം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ഉണ്ണിയേശുവിനെ അവതരിപ്പിക്കുമ്പോൾ, അഹിന്ദവർ ഉണ്ണികൃഷ്ണനെ അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിച്ചുകൂടാ? കാരന്തൂർ കൂടാരത്തിൽ ഇജ്തിഹാദ് നടത്തി കിയാസാക്കിയെടുത്ത ഉണ്ണി മുഹമ്മദിനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവരുടെ കിയാസിന്റെ രൂപം. ആരാധനക്കായി സ്ത്രീകൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരുന്നത് ഹറാമാണെന്ന് പറയുന്ന പുരോഹിത വർഗം സ്ത്രീകളുടെ ഘോഷയാത്രയാണ് നബിദിനത്തിന്റെ പേരിൽ നടത്തുന്നത്. നബിദിന റാലിയിൽ മുതിർന്ന സ്ത്രീകൾ പങ്കെടുക്കുന്ന റാലി നേരിൽ കാണുക. സുഹൃത്തുക്കളെ, ഞാൻ ഈ രംഗം നിങ്ങളെ കാണിച്ചത് ഇങ്ങനത്തെ ഒരു രംഗം വേണ്ട. ഇതിൽ 1/2 സെക്കൻഡ് മതി, അല്ലെ? അള്ളാഹുവിന്റെ റസൂലിന്റെ രൂപമുണ്ടാക്കി ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിച്ച് ആഘോഷിക്കുന്ന ആളുകളെ ചിന്തിക്കുക. 10 വർഷം കിട്ടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കയ്യിൽ എത്രയോ സമ്പത്തുണ്ടായിട്ട് അദ്ദേഹം ആഘോഷിച്ചോ? ആഘോഷിച്ചിട്ടില്ലല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, മൂന്നാമത്തെ ഖലീഫ ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങൾക്ക് അദ്ദേഹം 12 വർഷം നേതൃത്വം നൽകി. മുസ്ലിങ്ങൾക്ക് അദ്ദേഹം 12 വർഷം നേതൃത്വം നൽകിയപ്പോ ചുരുങ്ങിയത് 11 റബീഉൽ അവ്വലെങ്കിലും കഴിഞ്ഞു പോയില്ലേ?
11 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയിട്ട് 11 വേണ്ട 10 വേണ്ട ഒരു നബിദിനത്തിനെങ്കിലും ആഘോഷിച്ചത്, അരച്ചൊളക ആരൊക്കെ ഏറെ കൊടുത്തത്, അല്ലെങ്കിൽ അരമദഹ് ഏറെ പറഞ്ഞത് സുഹൃത്തുക്കളെ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയുകയില്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും, തിരുദൂതർ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ രംഗത്ത് പഠിപ്പിച്ച മാർഗം അക്ഷരാർത്ഥത്തിൽ പിൻപറ്റിയാണ് അവരൊക്കെ മുന്നോട്ട് പോയത്. അക്ഷരാർത്ഥത്തിൽ പിൻപറ്റി. അവരാരും ഇങ്ങനത്തെ ഒരു ആഘോഷത്തിന് പോയിട്ടില്ല. ഇനി അലി റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് ഏകദേശം 5 വർഷം നേതൃത്വം നൽകി. ചുരുങ്ങിയത് 4 റബീഉൽ അവ്വലെങ്കിലും കഴിഞ്ഞുപോയി. ഈ 4 റബീഉൽ അവ്വലിൽ അദ്ദേഹം ആഘോഷിച്ചിരുന്നു മുസ്ലിം സമുദായത്തെ നബിദിനാഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നവരും അതുപോലെ തന്നെ നബിദിനാഘോഷം നടത്താത്തവർ മുസ്ലിങ്ങളല്ല എന്നവരെ പ്രസംഗിക്കുന്നവരും ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമാണിത്. അലി റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിട്ടില്ല. ഇതാ എഴുതി വെച്ചോളൂ, 48 വർഷം പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ജീവിച്ച അവിടുത്തെ പ്രിയപത്നി വിശ്വാസിനികളുടെ ഉമ്മ ആയിഷ ബീവി അവരാഘോഷിച്ചിരുന്നു. 48 വർഷം തിരുദൂതർ കിടക്കുന്ന ആ വീടിന്റെ ഇപ്പുറത്ത് അവരും ജീവിച്ചു. അവരുടെ ജീവിതകാലം മുന്നോട്ട് പോയി. 48 വർഷങ്ങൾക്കിടയിൽ 47 നബിദിനമെങ്കിലും കഴിഞ്ഞു പോയിട്ട് അവരാരും ആഘോഷിച്ചത് നമുക്ക് കാണാൻ കഴിയുകയില്ല. പോകട്ടെ, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ 4 ഖലീഫമാര് കഴിഞ്ഞാൽ ബാക്കി 6 ആളുണ്ടല്ലോ. ഈ ബാക്കി 6-ൽ ആരെങ്കിലും ആഘോഷിച്ചത് കാണാൻ കഴിയുമോ? ആയിഷ ബീവി കഴിഞ്ഞാൽ നബിയുടെ പത്നിമാർ, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ ഉണ്ടായിരുന്ന നബിയുടെ ഭാര്യമാരുണ്ടല്ലോ, ആരെങ്കിലും ആഘോഷിച്ചിരുന്നോ? ഒരാളും ആഘോഷിച്ച് നമുക്ക് കാണാൻ കഴിയുകയില്ല. പോകട്ടെ, ഹിജറ 110 വരെ, അവസാനത്തെ സ്വഹാബി മരിക്കുന്നത് ഹിജറ 110-ലാണ്. ഹിജറ 110 വരെ ജീവിച്ച ഏതെങ്കിലും ഒരു സ്വഹാബി ആഘോഷിച്ച അരക്കഷ്ണം ചരിത്രം സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നിട്ടാണ് യാ നബിയും വിളിച്ച് സ്ത്രീകളെയും കുട്ടികളെയും റോട്ടിലിറക്കി ഉണ്ണി മുഹമ്മദിനെയും സൃഷ്ടിച്ച് സമുദായത്തെ ഇതുപോലത്തെ വിദേഹത്തിലേക്ക് ഇവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ഏതെങ്കിലും ഇമാമിനെ പിൻപറ്റാത്തത് കൊണ്ടാണ് മുജാഹിദുകൾ വഴിതെറ്റിയത് എന്നാണ് ഇവര് പലപ്പോഴും പ്രസംഗിക്കാറുള്ളത്. ചോദിക്കട്ടെ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ഏത് ഇമാം ആഘോഷിച്ചു? ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കും. ഉണ്ടോ? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഇമാം ശാഫിഈക്ക് കർമ്മശാസ്ത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥമുണ്ട്, അൽ ഉമ്മിൽ അദ്ദേഹം മയ്യിത്ത് നമസ്കാരത്തെക്കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ നിരവധി കാര്യങ്ങൾ, ഖുതുബയെ കുറിച്ച്, വുളൂഇനെ കുറിച്ച്, തയമ്മുമിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിങ്ങൾക്ക് റബീഉൽ അവ്വൽ 12 എന്നൊരു ദിനം പ്രധാനപ്പെട്ടതാണെങ്കിൽ ഈദിനെ സംബന്ധിച്ചും ദുൽഹജ്ജ് മാസത്തിലെ ഈദിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മക്കയിൽ നടക്കേണ്ട ഹജ്ജിനെ സംബന്ധിച്ചും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചെങ്കിൽ എന്തേ ഒരു പേജ് പോയിട്ട് ഒരു വരിയെങ്കിലും റബീഉൽ അവ്വൽ 12-ന് ഇങ്ങനത്തെ ഒരു ആഘോഷമുണ്ടെന്ന് പറയാൻ ഇമാം ഷാഫി മറന്നുപോയത്? ആഘോഷിച്ച ആളുകളൊക്കെ ഇരുന്ന് ചിന്തിക്കണം. ആഘോഷിക്കാൻ നേതൃത്വം കൊടുത്ത മുസ്ലിംമാർ ഇതിന്റെ വിശദീകരണം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ മുജാഹിദുകൾ ഇത് പറയുന്നത് മുജാഹിദുകൾക്ക് റസൂലുള്ളാഹിനോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല, മറിച്ച് മദ്ഹബിന്റെ ഇമാമിങ്ങൾ ആരും ഇത് ആഘോഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കും, അബൂ ഹനീഫ ഇമാമിന്റെ ഇന്ന കിതാബിൽ നബിദിനം ആഘോഷിക്കണം എന്നുണ്ട്. ഇമാം അഹ്മദിന്റെ ഇന്ന കിതാബിലുണ്ട്. ഇമാം അഹ്മദ് തന്റെ മുസ്നദ് അഹ്മദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് 2 വഴിക്ക് റിപ്പോർട്ട് ചെയ്തു പോന്ന ഹദീസിന്റെ 2 വ്യക്തികളും അതിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. പോകട്ടെ, ഇമാം ബുഖാരിക്ക് ശർഹ് എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനി അതിനെക്കുറിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു വരി, ഇമാം മുസ്ലിമിന്റെ വ്യാഖ്യാനം എഴുതിയ 2ാം ശാഫിഈ ഇമാം നവവി പറഞ്ഞിട്ടുണ്ട് എന്നൊരു വരി, ഒറ്റ വരി കിട്ടിയാൽ മതി. പലിശ സഹിതം ഞങ്ങൾ റാലി നടത്തും. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിന്ന് പറയുന്നിടത്തേക്ക്, അല്ലേ? ചങ്ങരംകുളത്ത് നിന്ന് പരമരത്തേക്ക് പോകുന്നല്ലോ കുറെ ആൾക്കാർ. എങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, റൂട്ട് നിശ്ചയിച്ചോളി, ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കും. ഞങ്ങൾ പലിശ സഹിതം അത് കൊടുക്കാനും തയ്യാറാണ്. ഇത് പറയുന്നത് ആരെങ്കിലും വിഷമിപ്പിക്കാനല്ല സുഹൃത്തുക്കളെ, മറിച്ച് നിങ്ങൾ നോക്കൂ, നബി നടത്തിയിട്ടില്ല, സ്വഹാബത്ത് നടത്തിയിട്ടില്ല, 4 ഖലീഫമാര് നടത്തിയിട്ടില്ല, 4 ഇമാമികൾ നടത്തിയിട്ടില്ല, നബിയുടെ ഭാര്യമാര് നടത്തിയിട്ടില്ല, ഇവരാരും നടത്തിയിട്ടില്ല. പിന്നെ നടത്തി എന്നുള്ളതിനുള്ള തെളിവെന്താ?
അത് കെ മൗലവി നടത്തിയിട്ടില്ലേ, പിന്നെ KM മൗലവി നടത്തിയിട്ടില്ലേ എന്നാ. അവർ ഇസ്ലാം ദീനിൽ അള്ളാഹുവിന്റെ പ്രവാചകന് ശേഷം വന്ന പ്രവാചകന്മാരാണ് നിങ്ങൾ വിശ്വസിക്കണില്ല. നിങ്ങളെ നേതാവ് KM മൗലവി നടത്തി ഞങ്ങളോട് പറയണ്ട. നേരെ മറിച്ച് നിങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി നടത്തിയിട്ടുണ്ട്, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റെഡി, ഞങ്ങൾ സമ്മതിച്ചു. ആ തെളിവ് കണ്ടാൽ ഞങ്ങൾ സ്വീകരിക്കും, അല്ലെ? അല്ലാതെ KM മൗലവി നടത്തിയിട്ടില്ലേ, ഇനിയിപ്പോ ആരെങ്കിലും ചോദ്യം ചോദിക്കാണ്ട് കുറിപ്പേതാണ്ട് എന്ന് പറഞ്ഞാൽ ആകെ എഴുതാനുള്ള ചോദ്യത എന്ത്? KM മൗലവി നടത്തിയിട്ടില്ലേ, കെ മൗലവി നടത്തിയിട്ടില്ലേ എന്നാ. അവര് പണ്ടത്തെ മുസ്ലിയാക്കന്മാരായിരുന്നു. തൗഹീദ് ഉൾക്കൊണ്ടു, തൗഹീദ് തിരുത്തി, കാലക്രമത്തിൽ അവരവരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമുള്ള കാര്യങ്ങൾ ഓരോന്നും തിരുത്തിക്കൊണ്ടിരുന്നു. അവരിവിടുത്തെ ശുദ്ധ പള്ളി ദർസിൽ പഠിച്ച മുസ്ലിംമാരായിരുന്നു. പിന്നീട് ഓരോ കാര്യങ്ങളും ബോധ്യപ്പെട്ടപ്പോ തിരുത്തിയിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ മാലമൗലിദുകളെ വിമർശിച്ചുകൊണ്ട് തന്നെ അവർ പിൽക്കാലത്ത് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് പലപ്പോഴും അത് തെളിവുദ്ധരിക്കാറുള്ളത്. എങ്കിൽ KM മൗലവി ചെയ്തത് ഇസ്ലാമിൽ തെളിവാണെന്നതിനാണ് നിങ്ങൾ രേഖ ഉദ്ധരിക്കേണ്ടത്. ഇനി തീർന്നില്ല സുഹൃത്തുക്കളെ, ഇത് ഇവരാരും നടത്താത്തത് കൊണ്ട് തന്നെ എന്താ പണ്ഡിതന്മാര് വിശദീകരിച്ചത്? ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്ലു അമലുൽ മൗലിദി ബിദ്അത്തുൻ ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹ് മിനൽ ഖുറൂനി സലാസ. ഇങ്ങനത്തെ ഒരു വരി അൽ-ഹാബീനിൽ ഫതാവയിൽ സുയൂത്തി ഗണ്ണിക്കാനാണെങ്കിലും ഉദ്ധരിച്ചിട്ടില്ലേ? സുയൂത്തി ഉദ്ധരിച്ചത് ഗണ്ണിക്കാനാണ്. പക്ഷെ സുയൂത്തി കുറെ പിന്നെ ബബ്ബടിച്ചു എന്നല്ലാതെ കുറെ പറഞ്ഞു ഒപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇബ്നു ഹജർ പറഞ്ഞു, ലാ അസ്ലലി അസ്ലു അമലുൽ മൗലിദി ബിദ്അത്തുൻ. നബിദിനാഘോഷത്തിന്റെ അടിത്തറ അതുതന്നെ പുതുനിർമ്മിതിയാണ്. പുതുനിർമ്മിതിയാണെന്ന് പറഞ്ഞ് ഗണ്ണിക്കാൻ ശ്രമിക്കുന്ന ആളെന്താ പറയേണ്ടത്? അല്ല, അതിന് ഇന്ന അടിത്തറണ്ട് എന്ന് പറഞ്ഞിട്ട് റബീഉൽ അവ്വൽ 12-ന് നബി ഇത്രാമത്തെ വർഷത്തിൽ ആഘോഷിച്ചു, ഇന്ന ഹിജ്റ വർഷത്തിൽ അലി റളിയല്ലാഹു അൻഹു ആഘോഷിച്ചല്ല ഉദ്ധരിക്കേണ്ടത്. ഉദ്ധരിച്ചിട്ടില്ല. ഇനിയോ തീർന്നില്ല. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹ്. മുൻകഴിഞ്ഞ ഒരു ഉത്തമരായ മുൻഗാമികളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഉത്തമരായ മുൻഗാമി എന്ന് പറഞ്ഞ ആരാ? 921 ആണോ? മിനൽ ഖുറൂനി സലാസ. ആദ്യത്തെ 3 ഉത്തമ തലമുറയിൽ ആരും ഇത് ഉദ്ധരിച്ചിട്ടില്ല. ഈ വരിക്ക് നിങ്ങൾ ഉത്തരം പറയും. ഈ വരിക്ക് നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരണം കൊടുക്കുക. എന്താ നിങ്ങൾ പറയാ? 3 നൂറ്റാണ്ടിൽ ആരും ഇത് ആഘോഷിച്ചിട്ടില്ല. ഫാക്കിഹാനി തുടരുന്നു. ഇബ്നു ഹജറിനെ തുടർന്ന് ഫാക്കിഹാനി പറയുന്നു, ലാ അമല ലാ അഅലമു ലിഹാദൽ മൗലിദി. ഈ നബിദിനാഘോഷ പരിപാടിക്ക് അടിത്തറ ഞാൻ കണ്ടിട്ടില്ല. അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നത്തിൻ. നബിചര്യയിലോ വേദഗ്രന്ഥത്തിലോ ഒരടിത്തറയും ഞാൻ കണ്ടിട്ടില്ല. വലം യുൻഖൽ അമലുഹു. ഈ പ്രവർത്തനം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അൻ അഹദിൻ മിനൽ ഉലമാഇൽ ഉമ്മ. ഈ സമുദായത്തിലെ ഉത്തമരായ ഒരു പണ്ഡിതരിൽ നിന്നും. ആരാണ് ആ പണ്ഡിതർ? തെളിവില്ലാതെ എന്തെങ്കിലും സംസാരിച്ച ആളുകളെ കുറിച്ചല്ല. അല്ലദീന ലഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ. മാതൃകായോഗ്യരായ ആളുകൾ. അൽ മുതമസ്സികീന ബിആസാരിൽ മുതഖദ്ദിമീൻ. മുൻഗാമികളുടെ മാർഗമനുസരിച്ച് ജീവിച്ചവർ. അവരിൽ നിന്നൊന്നും ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞത് കേട്ടോ, ബൽ ഹുവ ബിദ്അത്തുൻ. പക്ഷേ ഇത് പുതുനിർമ്മിതിയാണ്. ഇത് പുതുനിർമ്മിതിയാണ്. ആരാ ഉണ്ടാക്കിയത്? ഞാൻ ചീത്തറിഞ്ഞെന്ന് പറയണ്ട, ഞാൻ ചീത്തറിഞ്ഞെന്ന് പറയണ്ട. അഹദസഹ. അതുണ്ടാക്കിയത് ആരാന്നറിയോ? അൽ ബത്താലൂന. ശരീരമിളകാതെ, ജോലി ചെയ്യാതെ, അധ്വാനിക്കാതെ ജീവിക്കണമെന്ന് ചിന്തിച്ചവരാണ്. ശഹ്വത്തു നഫ്സിൻ. സ്വന്തം അഭീഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. വഅതനാബിഹൽ അഖാലൂൻ. അത് പരിപാലിച്ചു പോന്നത്, അത് കാര്യമായി ശ്രദ്ധിച്ചു പോന്നത് മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാരോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരോ സ്വഹാബത്തോ ഒന്നുമല്ല, മറിച്ച് തീറ്റക്കൊതിയന്മാരാണ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കണം, അല്ലേ? അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ പറയുന്നത്, നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ അത് റോഡ് ബ്ലോക്കാക്കിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ എല്ലാവിധ പ്രതാപത്തെയും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കലല്ല. തിരുദൂതർ പഠിപ്പിച്ചത് എന്താ അറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വഴി ബ്ലോക്കാക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. എന്താ വഴി ബ്ലോക്കാക്കുന്നവരെ കുറിച്ച് പറഞ്ഞ്?
വഴി ബ്ലോക്കാക്കുന്നവരോ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരിക്കലും പ്രവാചകൻ അത് സമ്മതിച്ചിട്ടില്ല, അത് അനുവദിച്ചിട്ടില്ല. മറിച്ച് ഈമാനിന്റെ ഏറ്റവും ചെറിയ ശാഖയിൽ ഉൾപ്പെടുത്തി നബി എണ്ണി. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അതിലേറ്റവും അവസാനത്തത് വഴിയിലെ ബുദ്ധിമുട്ട് നീക്കലാണെന്നാണ്. എന്നാലോ മുസ്ലിം സമുദായം റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എങ്ങനെ? നല്ല ഗംഭീര റാലി അല്ലെ, ഗംഭീര റാലി വന്നിട്ട് വഴി ബ്ലോക്കാവുന്നു. ബ്ലോക്കായിട്ടോ ഞാൻ ചോദിക്കട്ടെ, ഈ ബ്ലോക്കായ വഴിയിൽ പ്രസവത്തിനു വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, മരണത്തിന്റെ പാതിവേദനയുള്ള പ്രസവ വേദന സഹിച്ച് ഒരു പെണ്ണ് വണ്ടിയിൽ കിടന്ന് പിടയുന്നുണ്ടെങ്കിൽ, അവരൊരു അമുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ, ഈ പ്രവാചക സ്നേഹത്തിന്റെ ആളുകൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രവാചക ദർശനം സ്വീകരിക്കാൻ അവർക്ക് പറ്റുമോ? മുസ്ലിം സമുദായം പഠിക്കണം അല്ലെ? ആക്സിഡന്റിൽ പെട്ട് നാഷണൽ ഹൈവേ 47 കിടന്ന് പിടയുന്ന ഒരു ചെറുപ്പക്കാരനെ ആംബുലൻസിൽ കയറ്റി വരുമ്പോ മലപ്പുറം ടൗണിൽ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ ടൗണിൽ മീലാദെ ഷരീഫിന്റെ ആളുകളുടെ റാലിയിൽ ബ്ലോക്കിൽ കുടുങ്ങിയ ആംബുലൻസിൽ കിടന്ന് അത്യാവശ്യ ചികിത്സ കിട്ടാതെ രക്തം വാർന്ന് ചെറുപ്പക്കാരൻ മരിച്ചുപോയാൽ, ഓ മീലാദെ ഷരീഫുകാരെ, ഓ മുസ്ലിയാക്കന്മാരെ ചോദിക്കുന്നു. ഹൃദയവേദന ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നു. വിഷമിക്കരുത് ആരും, ആരും വിഷമിക്കരുത്. നോക്കൂ, നിങ്ങൾ ആർക്കാണ് അതിന്റെ ബാധ്യത? ഇത് ഞാൻ പറയുമ്പോ ഇല്ലാത്തതല്ല, കൃത്യമായി ബ്ലോക്കാക്കി ഇവര് പ്രകടനം നടത്തുന്നത് ഞങ്ങൾക്ക് ഒരുപാട് കാണിക്കാണ്ട്. പക്ഷേ ഒരു രംഗം മാത്രം നിങ്ങൾ കണ്ടോളൂ. അത് 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലെ ജനസമൂഹത്തെ വിജ്ഞാനത്തിന്റെ കൈപ്പിടിയേറ്റി സത്യത്തിലേക്കും ശാന്തിയിലേക്കും സമാധാനത്തിലേക്ക് നയിച്ച വിശ്വപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1479-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ തമസ്സിന്റെ കോട്ടക്കൊത്തലകളിൽ ആദർശത്തിന്റെ പടവാള കൊണ്ട് പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റുയർത്തിയ വിശ്വവിമോചകൻ മുഹമ്മദ്. ആദർശത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിയ മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണ്. ആദർശത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിയാന്ന് പറയുമ്പോ പ്രസവിക്കാനായ പെണ്ണ് വയറ്റത്ത് പിടിച്ച് നിലവിളിക്കുകയാണ് അല്ലെ? പിന്നെ രോഗിയായി അത്യാസന്ന നിലയിൽ കൊണ്ടുവരുന്ന മനുഷ്യനും കുടുംബവും കിടന്ന് കരയായിരിക്കും. അപ്പോഴാണ് നമ്മളെ മുസ്ലിയാർ അനൗൺസ്മെന്റ്. എന്താ അനൗൺസ്മെന്റ്? അപ്പുറത്ത് കുട്ടികൾ ചാടുന്നു, ഇപ്പുറത്ത് മുസ്ലിയാർ അനൗൺസ്മെന്റ്. ആദർശത്തിന്റെ കൊടുങ്കാറ്റായ ലോകത്തിന്റെ വിമോചകൻ. അപ്പൊ ഇവരിവിടുന്ന് പറയാ, നല്ല വിമോചനങ്ങളെ വിമോചനം അല്ലേ, നല്ല വിമോചനാണ് നിങ്ങളെ വിമോചനം എന്നായിരിക്കും ഉത്തരം. ഇത് നമ്മൾ പറയുമ്പോ നബിദിനം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും പല ആളുകളെയും പല കാര്യങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ് അല്ലെ? ഈ മാസം എന്ന് പറഞ്ഞ ആജാതി മാസാണ്. ഈ മാസം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ആജാതി മാസാണ്. അതുകൊണ്ട് തന്നെ അത് ചില ആളുകളെ ബാധിക്കുന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, അവര് ഒറ്റടിക്ക് സമുദായത്തെ വികാരം കയറ്റും. കണ്ടില്ലേ, അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കണ്ടെന്ന് അവര് പറയണത്. മാത്രല്ല, അള്ളാന്റെ റസൂല് സാധാരണ മനുഷ്യനാണ് എന്നും ആ പ്രവാചകൻ സാധാരണക്കാരനായ വ്യക്തിയാണ് എന്നും ആണിവര് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നബിദിനാഘോഷം നടത്താൻ പറ്റാത്തത്. നബിയെ സ്നേഹിക്കുന്നതിന് ഇവര് എതിരാണ് എന്നൊക്കെയാണ്. എന്നിട്ടോ അതിന് ചില മുസ്ലിംമാര് തെളിവും പറയുന്നുണ്ട്. റസൂലുള്ളാഹിനെ ചില ആളുകൾ നിന്ദിച്ചപ്പോ ലോകത്ത് അതിനെതിരിൽ പ്രതികരിക്കാത്തൊരു ടീം, ആ കാര്യം മാത്ര ഡെൻമാർക്ക് ഇഷ്യൂവിനെതിരിൽ പ്രതികരിക്കാത്ത ടീം മുജാഹിദുകൾ മാത്രമാണെന്നാണ്. ഇതെന്തിനുള്ള തെളിവാന്നറിയോ? മുജാഹിദുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹമില്ല എന്നുള്ളതിനുള്ള തെളിവാ. ഇത് സാക്ഷാൽ ഒരു സഖാഫി തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഇപ്പോൾ ഒരു വലിയ കോലാഹലം ലോകത്ത് നടക്കുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ഇന്നലത്തെ ഹുബ്ബുൻ നബിയിൽ അത് പ്രതികരിച്ചു കാണും. എങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ, ഏതാണത്? ഏറ്റവും കൂടുതൽ ചീഞ്ഞളിഞ്ഞ പാശ്ചാത്യ സംസ്കാരം കയറ്റുമതി ചെയ്യുന്ന ഡെൻമാർക്കിൽ നിന്ന് ബഹുമാനപ്പെട്ട പ്രവാചകരെ അപകീർത്തിപ്പെടുത്തുന്ന കാർട്ടൂൺ
12ഓളം വരുന്ന കാർട്ടൂണുകൾ വരച്ചു. 25ഓളം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇല്ലേ? ആ കൂട്ടത്തിൽ ലോകത്തിൽ പല പ്രതിഷേധങ്ങളും നടന്നു. മുസ്ലിങ്ങളും അല്ലാത്തവരും പ്രതിഷേധിച്ചു. എന്ത്? മുഹമ്മദ് നബിയെ കാർട്ടൂൺ വരച്ചത് ശരിയായില്ല. പക്ഷേ ഈ റസൂലുള്ളാഹിക്കെതിരെയുള്ള കാർട്ടൂണിൽ പ്രതിഷേധിച്ച് മുസ്ലിങ്ങളെല്ലാവരും പ്രതിഷേധ യോഗങ്ങളും പ്രകടനങ്ങളും നടത്തിയപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം മാറി നിന്നു. ആരാണത്? മുജാഹിദ്. ഈ റസൂലുള്ളാഹിക്കെതിരെയുള്ള കാർട്ടൂണിൽ പ്രതിഷേധിച്ച് മുസ്ലിങ്ങളെല്ലാവരും പ്രതിഷേധ യോഗങ്ങളും പ്രകടനങ്ങളും നടത്തിയപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം മാറി നിന്നു. ആരാണത്? മുജാഹിദ്. അതെന്തിനുള്ള തെളിവാണെന്നറിയോ? മുജാഹിദുകൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹമില്ല എന്നുള്ളതിനുള്ള തെളിവാ. പക്ഷേ പത്രങ്ങളും മീഡിയകളും ഉള്ളൊരു കാലത്ത് ഇതുപോലത്തെ ഒരു നുണ ഒരു മുസ്ലിയാര് സമുദായത്തിന്റെ മുന്നിൽ വേദി കെട്ടി പ്രസംഗിച്ചാലേ അത് പിടികൂടും. ഇവിടെ ഡെൻമാർക്ക് ഇഷ്യൂ ഉണ്ടായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിച്ചത്. ചില ആളുകൾ റോട്ടിലിറങ്ങിയിട്ട് അമേരിക്കൻ എംബസിക്കും ഡെൻമാർക്ക് എംബസിക്കെതിരിൽ പ്രകടനം നടത്തി. എന്ത് ചെയ്തു? സെക്യൂരിറ്റി ഫോഴ്സ് അവർക്കെതിരിൽ നിറയൊഴിച്ചു. മുസ്ലിം സഹോദരങ്ങൾ കൊല്ലപ്പെട്ടു. അല്ലെ? മുസ്ലിം സഹോദരങ്ങൾ കൊല്ലപ്പെട്ടു. ഈ മുസ്ലിയാക്കന്മാരും അതുപോലെ കേരളത്തിലെ ചില ആളുകൾ റോട്ടിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. നബിയെ പരിഹസിച്ചവർക്കെതിരിൽ കാർട്ടൂൺ വരച്ചവർക്കെതിരിൽ നടപടി സ്വീകരിക്കണമെന്ന് ജോർജ് ബുഷിനോട് ഇതാ ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നു. എന്നിട്ട് എന്തുണ്ടായി സർ? എന്നിട്ട് എന്താ ഉണ്ടായത്? കുറെ മേലക്ക് കൈ വലിച്ചെറിഞ്ഞ് കുറെ അനൗൺസ് ചെയ്ത്. എന്നിട്ട് എന്തുണ്ടായി? സമുദായത്തിന് എന്ത് കിട്ടി? അവിടെ നിങ്ങൾ റോഡ് ബ്ലോക്ക് ആക്കിയതല്ലാതെ സലഫി സമൂഹം, ലോകത്തെ മുഴുവൻ സലഫി സമൂഹവും പ്രവർത്തകരോട് പറഞ്ഞ് വികാരപ്പെടരുത്. ഇത് അമേരിക്കൻ ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ജൂതന്മാരുടെ ടെക്നിക്കാണ്. എന്താ ടെക്നിക്ക്? മറ്റൊന്നുമല്ല, മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് പ്രവാചകൻ എന്ന് അവർക്കറിയാം. ആ പ്രവാചകന് വേണ്ടി വിരിമാറ് കാണിച്ച ഒരു ജനസമൂഹം, ആ പ്രവാചകൻ ഒരു സന്ധ്യാവേളയിൽ ചരിത്രത്തിലൊരു മൈഗ്രേഷന്റെ, ഒരു പുറപ്പാടിന്റെ, ഒരു ഹിജറയുടെ ഉത്തരവ് കൊടുത്തപ്പോ താങ്കൾക്കുള്ള ആയിരക്കണക്കിന് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഈ തപ്പന തോട്ടങ്ങളും, അതെ, അവരുടെ കുടുംബാംഗങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് ചരിത്രത്തിൽ പലായനം നടത്തിയ ഒരു ജനതയുടെ പിൻഗാമികൾക്ക് സ്വാഭാവികമായിട്ട് നബിയെ തൊട്ടാ പൊള്ളുന്നറിയാം. പൊള്ളുമ്പോ അവര് കത്തിയും വാളെടുത്ത് ഇറങ്ങാന്നറിയാം. അപ്പോ ക്രമസമാധാനത്തിന്റെ പേരിൽ വെടിവെച്ചിട്ട് വീഴ്ത്ത ഒരു ഭാഗത്ത്, രണ്ടാമത്തെ ഭാഗത്തോ മുസ്ലിങ്ങളെ വികാരജീവികൾ എന്നുള്ള പേരിൽ സമാധാനത്തിനെതിരെ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാന്നുള്ള ഹിഡൻ അജണ്ട തിരിച്ചറിഞ്ഞ സലഫി നേതൃത്വം പറഞ്ഞു, റോട്ടുകാരും പോണ്ട, നമുക്ക് ശാന്തമായി ജനങ്ങൾക്ക് മുന്നിൽ നബിയെ നിന്ദിച്ചവർക്കെതിരിൽ നബിയുടെ മഹത്വം വളരെ കൃത്യമായി വിശദീകരിക്കാം. നിങ്ങൾക്കറിയോ, ഇതാ ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാര് പറഞ്ഞത് ശുദ്ധ കളവാണെന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. കോഴിക്കോട് പട്ടണത്തിൽ കേവലം ഡെൻമാർക്ക് ഇഷ്യൂ ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് 6 മണിക്കൂർ കഴിയും മുമ്പ് സെമിനാർ വിളിച്ചിട്ട് ഡെൻമാർക്ക് ഇഷ്യൂവിനെതിരിൽ വളരെ കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിച്ചത് അമുസ്ലിങ്ങളടക്കം തിങ്ങിക്കൂടിയ സദസ്സ് ഞങ്ങളുടെ പണ്ഡിതന്മാരോട് ചോദ്യം ചോദിച്ച് തെറ്റിദ്ധാരണ തിരുത്താനുള്ള ശ്രമമാണ് നടത്തിയത്. യുദ്ധക്കൊതിയനായ തിരുദൂതരെ ചിത്രീകരിച്ചപ്പോ അതിനെതിരിൽ ഡെൻമാർക്ക് ഇഷ്യൂവിനെതിരിൽ തന്നെ നടത്തിയ പ്രോഗ്രാമിലെ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ കേൾക്കുക. ഇങ്ങനെ പ്രസംഗിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ആരുണ്ട്? നിങ്ങളുടെ കൂട്ടത്തിൽ പറയാം, കേട്ടോളി. നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കർമ്മസംഹിതകൾ ഇത്രയും ഹ്രസ്വമായ കാലഘട്ടത്തിനുള്ളിൽ ചെയ്തു തീർത്ത മറ്റേത് വ്യക്തിയാണ് ചരിത്രത്തിന്റെ വിരുമാറിലൂടെ കടന്നുപോയിട്ടുള്ളത്? ഇതെങ്ങനെ നേടിയെന്ന് ബോസ്വർത്ത് സ്മിത്ത് പറയുന്നു. വിത്തൗട്ട് എ സ്റ്റാൻഡിംഗ് ആർമി, വിത്തൗട്ട് എ ബോഡി ഗാർഡ്, വിത്തൗട്ട് എ പാലസ്, വിത്തൗട്ട് എ ഫിക്സ്ഡ് റവന്യൂ, if ever any man had the right to say that he ruled by right divine, it's Muhammad. സ്ഥിരമായ ഒരു സേനയില്ലാതെ, ഒരു അംഗരക്ഷകനില്ലാതെ, ഒരു രാജകൊട്ടാരമില്ലാതെ, സ്ഥായിയായ വരുമാനമില്ലാതെ ഒരു മാതൃകാ ഭരണം സംസ്ഥാപിച്ച് നടപ്പിൽ വരുത്തിയെന്ന് ആധികാരികമായി ലോക ചരിത്രത്തിൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ അത് മുഹമ്മദിന് മാത്രമാണെന്ന് ലമാർട്ടിൻ പറയുന്നുണ്ട്. ഫിലോസഫർ, ഒററ്റർ, apostle, legislator, warrior, conqueror of ideas, restorer of rational dogmas of a cult without images, founder of 20 terrestrial empires and one single empire. That is Muhammad. As regard all standards by which human greatness may be measured, we may well ask,
Is there any man greater than he? തത്വചിന്തകൻ, വാഗ്മി, മതനേതാവ്, നിയമനിർമ്മാതാവ്, ധീരപോരാളി, ആദർശങ്ങളുടെ ജേതാവ്, പ്രതിബിംബങ്ങളില്ലാത്ത ഒരു വിശ്വാസ സംഹിതയുടെ സ്ഥാപകൻ, 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും മഹാസ്ഥാപകൻ, അതാണ് മുഹമ്മദ്. മനുഷ്യ മഹത്വം അളക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും എടുത്ത് സസൂക്ഷ്മം അളന്നാലും നമുക്ക് ചോദിക്കാം, ഇദ്ദേഹത്തെക്കാൾ മഹാനായ മറ്റേത് വ്യക്തിയാണുള്ളതെന്ന്. ജോർജ് ബെർണാഷ പറയുന്നു, I have studied him, the wonderful man. He must be called the savior of humanity. ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. മാനവരാശിയുടെ മോക്ഷദായകനാണ് അദ്ദേഹം. മാനവരാശിയുടെ മോക്ഷദായകൻ എന്ന് ജോർജ് ബെർണാഷ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് തിന്മയുടെ പ്രതീകമായിട്ട് ചിലർ ചിത്രീകരിക്കുന്നത്. മക്കാ വിജയവേളയിൽ പ്രവാചകൻ മാപ്പ് നൽകിയപ്പോഴാണ് മാപ്പ് എന്ന പദത്തിന് ഏറ്റവും ഉന്നതമായ അർത്ഥം ലഭിച്ചതെന്ന് സ്റ്റാൻലി ലൈൻപൂൾ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് പ്രതികാരദാഹിയായി ചിലർ ചിത്രീകരിക്കുന്നത്. കണ്ടം വെച്ച് സ്വയം കെട്ടിയ വസ്ത്രം ധരിച്ച് ഈ മനുഷ്യൻ അനുസരണ വിധേയനായതുപോലെ ലോകചരിത്രത്തിൽ ഒരു നേതാവിനെയും ഒരു ഭരണാധികാരിയെയും ഒരു ചക്രവർത്തിയെയും ആരും അനുസരിച്ചിട്ടില്ല എന്ന് തോമസ് കാർലിൽ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് ഒരു ഭൗതിക മോഹിയായി ചിലർ ആക്ഷേപിക്കുന്നത്. ഏതു കോണിലൂടെ നോക്കിയാലും മുഹമ്മദ് ഒരു വ്യാജവാദിയായിരുന്നില്ല എന്ന് H.G. വെൽസ് തന്റെ ഔട്ട്ലൈൻ ഓഫ് ഹിസ്റ്ററിയിൽ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് ഒരു വ്യാജവാദിയായി ചിലർ ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് പ്രവാചകനെന്നോ കവിയെന്നോ വിളിക്കാം. എന്നാൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉതിർന്നു വീഴുന്ന വാക്കുകൾ ഒരു സാധാരണ മനുഷ്യന്റെ വാക്കുകളല്ല എന്ന് ടോറാൻഡ്രോ വിശേഷിപ്പിച്ച പ്രവാചകന്റെ വചനങ്ങളെയാണ് ഒരു മാനസിക രോഗിയുടെ ജൽപ്പനങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ ആക്ഷേപിക്കുന്നത്. ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളും സമരങ്ങളും ഒരിക്കലും അക്രമത്തിനും അനീതിക്കും ഏകാധിപത്യ ഭരണം സ്ഥാപിക്കാനുമായിരുന്നില്ല, മറിച്ച് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയും അനീതിക്കും അക്രമത്തിനും എതിരായിരുന്നുവെന്ന് വാഷിംഗ്ടൺ ഇർവിൻ വിശേഷിപ്പിച്ച പ്രവാചകന്റെ സമരങ്ങളെയാണ് സ്വാർത്ഥനായ ഒരു ഏകാധിപതിയുടെ സമരങ്ങൾ എന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് വായിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ബഹുമാനമാണ് എന്റെ മനസ്സിലെന്ന് ഡോക്ടർ റാനി ബസൻ വിശേഷിപ്പിച്ച പ്രവാചകനെയാണ് ബഹുമാനത്തിന് അർഹനല്ല എന്ന് ചിലർ പറയുന്നത്. അദ്ദേഹത്തിന്റെ സംബന്ധിച്ച് ഉള്ള ഗ്രന്ഥം വായിച്ച ശേഷം മറ്റൊരു ഗ്രന്ഥം വായിക്കാനില്ല എന്ന ദുഃഖമായിരുന്നു എന്നും ഇസ്ലാമിന്റെ ശക്തിവാളിലല്ല പ്രവാചകന്റെ സ്വഭാവത്തിലും ഇസ്ലാമിന്റെ ദർശനത്തിലുമായിരുന്നു എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് അന്തിക്രിസ്തു എന്ന് വിളിച്ച് ചിലർ ആക്ഷേപിക്കുന്നത്. ഇത്തരം ആളുകളുണ്ടല്ലോ, ഈ കാർട്ടൂണുകൾ വരച്ച ആളുകൾ. അവരെ സംബന്ധിച്ചാണ് 1928 ഭാരതത്തിലെ ഗോരഖ്പൂരിൽ എഴുത്തുകാരുടെ സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ജ്ഞാനേന്ദ്രദേവ് ശർമ്മ പറഞ്ഞത്, മുഹമ്മദിന്റെ ശത്രുക്കൾ പ്രകാശത്തെത്തിയും നല്ലതിനെ ചീത്തയും എല്ലാ നന്മകളെയും തിന്മകളുമായി വളച്ചോടിക്കുന്നത് അവരുടെ ധാർമ്മികമായ അധപ്പതനം മാത്രമാണ് കാണിക്കുന്നതെന്ന്. ഇത്തരം ആളുകളെ സംബന്ധിച്ചാണ് 1840 മെയ് മാസം 8-ാം തീയതി ലണ്ടനിലെ ബുദ്ധിജീവികൾ അഭിമുഖീകരിച്ചുകൊണ്ട് തോമസ് കാർലിൽ പറഞ്ഞത്, പാശ്ചാത്യർ മുഹമ്മദിനെതിരെ തൊടുത്തുവിടുന്ന അടിസ്ഥാനരഹിതങ്ങളായ ആരോപണങ്ങളുണ്ടല്ലോ, അത് അവരുടെ കഴിവുകേട് മാത്രമാണ് കാണിക്കുന്നതെന്ന്. പ്രവാചകനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുന്ന എല്ലാവരും ചോദിച്ചു പോകുന്നൊരു ചോദ്യമുണ്ട്. ലമാർട്ടിൻ ലോകത്തോട് ചോദിച്ച ചോദ്യം, ഈസ് ദർ എനി മാൻ ഗ്രേറ്റർ ദാൻ ഹി? ഇദ്ദേഹത്തെക്കാൾ മഹാനായ മറ്റേത് വ്യക്തിയാണുള്ളതെന്ന്. ഇത് കാർട്ടൂൺ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രോഗ്രാമിൽ അതിനെതിരെ പ്രതികരിച്ച പ്രതികരണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ആരാ പ്രസംഗിക്കുക? നിങ്ങൾക്ക് പത്തപ്പേര പ്രസംഗിക്കാം. മുപ്പറൊന്നുകൂടി പറയട്ടെ എന്താ പറഞ്ഞത്. ഇപ്പോൾ ഒരു വലിയ കോലാഹലം ലോകത്ത് നടക്കുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ഇന്നലത്തെ ഹുബ്ബുൻ നബിയിൽ അത് പ്രതികരിച്ച് കാണും. എങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, ഏതാണത്? ഏറ്റവും കൂടുതൽ ചീഞ്ഞളിഞ്ഞ പാശ്ചാത്യ സംസ്കാരം കയറ്റുമതി ചെയ്യുന്ന ഡെൻമാർക്കിൽ നിന്ന് ബഹുമാനപ്പെട്ട പ്രവാചകരെ അപകീർത്തിപ്പെടുത്തുന്ന കാർട്ടൂൺ 12ഓളം വരുന്ന കാർട്ടൂണുകൾ വരച്ചു. 25ഓളം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇല്ലേ? ആ കൂട്ടത്തിൽ ലോകത്തിൽ പല പ്രതിഷേധങ്ങളും നടന്നു. മുസ്ലിങ്ങളും അല്ലാത്തവരും പ്രതിഷേധിച്ചു. എന്തേ? മുഹമ്മദ് നബിയെ കാർട്ടൂൺ വരച്ചത് ശരിയായില്ല. പക്ഷേ ഈ റസൂലുള്ളാഹിന്റെ കാർട്ടൂണിൽ പ്രതിഷേധിച്ച് മുസ്ലിങ്ങളെല്ലാവരും പ്രതിഷേധ യോഗങ്ങളും പ്രകടനങ്ങളും നടത്തിയപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം മാറി നിന്നു. ആരാണത്? മുജാഹിദ്. വളരെ ശരിയാ. കാരണം എന്താ അറിയോ,
ഒരു റോട്ടിൽ ഇങ്ങനെ യാ റസൂലുള്ളാഹ് സിന്ദാബാദ് പറഞ്ഞ് വിളിക്കുമ്പോ ഞങ്ങൾ വിശദീകരിക്കായിരുന്നു അമുസ്ലിം സഹോദരങ്ങളെയും അല്ലാത്തവരെയും വിളിച്ചിരുത്തിയിട്ട് അല്ലേ. നോക്കൂ, നിങ്ങൾ ശുദ്ധ കളവല്ലേ പറഞ്ഞത്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നബിയെ നമ്മൾ സ്നേഹിക്കുന്നില്ല, നബിയെ സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടുങ്ങുമ്പോ ഇങ്ങനെ പലതും പറയേണ്ടി വരും. അല്ലെങ്കിലും കൊടുങ്ങുമ്പോ നുണ പറയണ വകുപ്പിൽപ്പെട്ട ആളാണ് ഞാൻ എന്നാണ് മൂപ്പരെ കുറിച്ച് ഒരു വിശദീകരണം. അങ്ങനെയൊക്കെ ഒരാൾ പറയുന്നതാണ്. ഏത് കുടുങ്ങുമ്പോ വേണമെങ്കിൽ ചെറിയ നുണക്കെ പറയാന്ന് ഒരാളെങ്ങനെ പരസ്യമായിട്ട് സമ്മതിക്കും. ഇതാ കേട്ടോളി. അണുവ് ചിലപ്പോ നമ്മളൊക്കെ അല്ലെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറയും ചിലപ്പോ. അണുവ് ചിലപ്പോ നമ്മളൊക്കെ അല്ലെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറയും ചിലപ്പോ. കളവ് ചിലപ്പോ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ്. ആര്? മൂപ്പര്. അതിന് കാരണമുണ്ട് അല്ലെ? അങ്ങനെ ഉണ്ടാവും. ഏത് വിഷയത്തിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കാരണം എന്താ? മൂപ്പര ഉസ്താദിനൊരു വളരെ പ്രസിദ്ധമായ കിതാബുണ്ട്. മൂപ്പര ഉസ്താദിന് വേണ്ടി വേറെ പലരും സംഘടിപ്പിച്ചെടുത്തൊരു കിതാബാണ് കാന്തപുരത്തിന്റെ തിരഞ്ഞെടുത്ത നുണകൾ. സാക്ഷാൽ ഗീബൽസ് കാന്തപുരം ഉസ്താദിന്റെ കിതാബ് നോക്കിയിട്ടാണോ പഠിച്ചത്? അതല്ല, ഗീബൽസിന്റെ കിതാബ് നോക്കി കാന്തപുരം പഠിച്ചതാണോ എന്ന് അറിയില്ല. ഗീബൽസിന് അങ്ങനെ ഒരു കിതാബ് ഉള്ളതായിട്ട് അറിവില്ല. ശരി, ഇങ്ങനത്തെ കിതാബ് കണ്ട് പഠിച്ചുകൊണ്ടാണ് പ്രശ്നമാണ്. തൽക്കാലം ചിലപ്പോ കുടുങ്ങുമ്പോ ചിലപ്പോ എന്ത് ചെയ്യും, നുണയൊക്കെ പറയുന്നതാണ്. കുടുങ്ങുമ്പോ നുണ പറയാൻ അദ്ദേഹത്തിനുള്ള പ്രചോദനം എന്താണെന്നറിയോ? ഗീബൽസ് പറഞ്ഞതിലും കുറച്ചൊക്കെ കാര്യമുണ്ട്. എന്താ? ഒരു കാര്യം വല്ലാതെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാലേ ഒരു കാര്യം ഇങ്ങനെ കുറെ വട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ കുറച്ചൊക്കെ ശരിയുണ്ട് എന്ന് ആൾക്കാർക്ക് തോന്നുന്നു. ഗീബൽസ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസും കൂടി പറഞ്ഞാൽ വളരെ വൃത്തിയായി അല്ലെ. അദ്ദേഹത്തിന്റെ ഇമാമത്ത് സ്വീകരിച്ച് ഗീബൽസിനെ ഉസ്താദായി അദ്ദേഹം കാണുന്നത് നിങ്ങൾ അദ്ദേഹത്തിന്റെ വാചകത്തിലൂടെ തന്നെ മനസ്സിലാക്കിക്കോളൂ. ഏതൊരു കാര്യമാവട്ടെ, ഗീബൽസിന്റെ സിദ്ധാന്തം ഉണ്ടല്ലോ, അത് കുറച്ചൊക്കെ ശരിയാ നമുക്ക് തോന്നുന്നു. എന്തുകൊണ്ട്? കുറെ പ്രാവശ്യം ആവർത്തിച്ചാണ് പറയുമ്പോഴേ എന്തോന്നില്ലാതെ തോന്നും. ഏതൊരു കാര്യമാവട്ടെ, ഗീബൽസിന്റെ സിദ്ധാന്തം ഉണ്ടല്ലോ, അത് കുറച്ചൊക്കെ ശരിയാ നമുക്ക് തോന്നുന്നു. എന്തുകൊണ്ട്? കുറെ പ്രാവശ്യം ആവർത്തിച്ചാണ് പറയുമ്പോഴേ എന്തോന്നില്ലാതെ തോന്നും. അത് അനുഭവം ബോധ്യപ്പെട്ടതാ. എല്ലാ നാൽക്കാല കവലകളിലും വർഷം ഇറങ്ങുന്ന സത്താഫികൾ ഇങ്ങനെ വന്നിട്ട് ഒരേ കാര്യം, നബി സാധാരണ മനുഷ്യനാണ്, നബി സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞിരിക്കുന്നു. അവർക്ക് നബിയോട് സ്നേഹമില്ല എന്ന് പറയുമ്പോ സാധാരണക്കാരിങ്ങനെ പറയാൻ തുടങ്ങുക, നബി സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞവരവര്, സ്വഹാബത്തിനെ കുറ്റം പറയണവരവര്, അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിക്കുന്നവരാണിവര്, ഔലിയാക്കളില്ല എന്ന് പറയുന്നവരാണിവര് എന്നിങ്ങനെ പറയുമ്പോ അറിയാതെ ജനങ്ങൾ പറയാൻ തുടങ്ങാണ് അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു പ്രചോദനം എവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയാലോ? എങ്കിൽ സുഹൃത്തുക്കളെ, പ്രവാചക സ്നേഹം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പലപ്പോഴും ആളുകളെ മനസ്സിലുള്ള ഒരു ധാരണ തിരുത്തേണ്ടതാണെന്ന് എനിക്ക് തോന്നുകയാണ്. എന്താ? നബി സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾ പ്രസംഗിക്കുന്നു. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു തങ്ങളെ ഒരു സാധാരണക്കാരനാക്കി തള്ളിയിരിക്കുന്നു എന്നാണ്. ഒരു മുഖാമുഖത്തിൽ വെച്ച് ഒരു സഖാഫി തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന ഭാഗം നിങ്ങൾ ആദ്യം കേൾക്കാം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതെന്താ? കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഉസ്മാൻ കണ്ടോ, ഈ ലേഖനത്തിന്റെ തലവാചകം തന്നെ പ്രവാചകന്മാർ മനുഷ്യർ തന്നെ. എന്താ ലേഖനത്തിന്റെ തലവാചകം? പ്രവാചകന്മാർ മനുഷ്യർ തന്നെ. കലിമത്തു ഹഖ്ഖിൻ യുരീദു ബിഹിൽ ബാത്തിൽ. പ്രവാചകന്മാർ മനുഷ്യരാണെന്നല്ല സത്യമാണ്, പക്ഷെ അതിന്റെ പിന്നിൽ വളരെ നിഗൂഢമായ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ്? പ്രവാചകന്മാർ മനുഷ്യരാണ്, പ്രവാചകന്മാർ മലക്കുകളാണെന്ന് അറിഞ്ഞത് പറയുന്നത്. പ്രവാചകന്മാർ മലക്കുകളെന്ന് പറയുന്നുണ്ടോ? പ്രവാചകന്മാർ ജീവനാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. പ്രവാചകന്മാർ മനുഷ്യർ തന്നെ, പക്ഷേ പ്രവാചകന്മാര് സാധാരണ മനുഷ്യരല്ല. സാധാരണ മനുഷ്യരായിരുന്നെങ്കിൽ അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനോ കേൾക്കാനോ കഴിയുമായിരുന്നില്ല. ഇൽമിന്റെ സദസ്സിൽ മലക്കുകൾ ഉണ്ടാകുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജുമുഅയുടെ സദസ്സിൽ മലക്കുകൾ ഉണ്ടാകുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ജമാഅത്തിന് പോകുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, ദിക്റിന്റെ മജ്ലിസിൽ പോകുന്നവരാണ്. പക്ഷേ ഇന്നോളം ഒരു മലക്കിനെയും നമ്മൾ കണ്ടിട്ടില്ല, ഒരു മലക്കിന്റെ ശബ്ദം കേട്ടിട്ടില്ല. എന്തുകൊണ്ട്? മലക്കിനെ കാണാനുള്ള കാഴ്ച ശക്തി നമുക്കില്ല, മലക്കിന്റെ ശബ്ദം കേൾക്കാനുള്ള കേൾവി ശക്തി നമുക്കില്ല. അതുകൊണ്ട് നമുക്കിടയിൽ തന്നെയുള്ള മലക്കുകളെ കാണുവാനോ കേൾക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. ഡോക്ടർ ഉസ്മാൻ പറയുന്നത്, എന്നാൽ നമ്മെപ്പോലെയുള്ള കാഴ്ചയും നമ്മെപ്പോലെയുള്ള കേൾവിയും മാത്രമേ മുഹമ്മദ് നബിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം.
ശബാബ് വായിക്കാം. 1982 ഫെബ്രുവരി 12. ശബാബ് എന്ന് പറയുമ്പോൾ ചില മൗലവിമാർ ചിരിക്കും പോകും. ഒരു കാര്യം പറ, ഇത് പിളർന്നതിന് മുമ്പാണ്. ഇറമവും കോമവുമായി നിങ്ങൾ ഭിന്നിക്കുന്നതിന് മുമ്പുള്ള ശബാബാണ്. ആ ശബാബിൽ പറയുന്നത് സാധാരണ മനുഷ്യർക്ക് മാതൃകയാകേണ്ട പ്രവാചകൻ സാധാരണ മനുഷ്യൻ തന്നെയായിരിക്കണം. സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും സാധാരണ മനുഷ്യരെ പോലെയുള്ള കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും സാധാരണ മനുഷ്യരെ പോലെയുള്ള കാഴ്ചയും മാത്രമേ പ്രവാചകന്മാർക്കുണ്ടായിരുന്നുള്ളൂ എന്ന് ഡോക്ടർ ഉസ്മാൻ പറയുന്നു. എന്താണ് സുഹൃത്തുക്കളെ ഇതിന്റെ താല്പര്യം? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ലോകത്ത് അവതരിക്കുകയോ അത് റസൂലുള്ള കേൾക്കുകയോ സ്വഹാബത്തിനും മുസ്ലിമീങ്ങൾക്കും പഠിപ്പിച്ചിരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയോ ലോകത്തിന് ഖുർആൻ എത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഇതിലൂടെ വരുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, ഇതിലുള്ളൊരു തമാശ എന്താണെന്നറിയോ? ശബാബിൽ ഈ ലേഖനം വന്ന കാലത്ത്, ശബാബിൽ ഈ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്ത്, അതിന്റെ തൊട്ടടുത്ത ആഴ്ച ശബാബിന്റെ ഇന്നത്തെ പത്രാധിപർ, ചിന്തനത്തിന്റെ ഇന്നത്തെ പത്രാധിപർ കൂടിയായ ഒമാനിന EKM പന്നൂർ അന്ന് രസകരമായൊരു കഥ എഴുതിയിരുന്നു. ആ കഥ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുമ്പോ ഇതിലുള്ള മുസ്ലിംമാരെ തട്ടിപ്പ് ഒന്നുകൂടെ വ്യക്തമാകും. അടുത്ത ആഴ്ചത്തെ അദ്ദേഹത്തിന്റെ കോളത്തിൽ അദ്ദേഹം കഥയിലൂടെ കാര്യം വിശദീകരിക്കുന്ന കോളത്തിൽ അദ്ദേഹം ഒരു കഥ പ്രസിദ്ധീകരിച്ചു. ശബാബ് ഉസ്താദിന്റെ കയ്യിൽ. ഉസ്താദിന്റെ കയ്യിൽ ശബാബ് എന്നാണ് ഹെഡിങ്. അപ്പോ മുസ്ലിയാരുട്ടിയും പള്ളി ദർസിലെ മുസ്ലിയാരും തമ്മിലുള്ള സംസാര, ഉസ്താദേ കഴിഞ്ഞ ആഴ്ചത്തെ ശബാബില് നല്ലൊരു കോളുണ്ടല്ലോ, അതെന്തേ മോനെ? അള്ളാഹുവിന്റെ സാധാരണ മനുഷ്യനാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്കത് ഉപയോഗപ്പെടുത്തണല്ലോ എന്നാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു കൊടുക്കാം, മോനെ അതിപ്പോ ഉപയോഗപ്പെടുത്താൻ പാടില്ല, ഒരു 5 കൊല്ലം കൂടെ കഴിയട്ടെ. അതെന്ത് ഉസ്താദ് ഇപ്പൊ ഉപയോഗപ്പെടുത്തിയ അതിന്റെ ബാക്കി വാങ്ങാൻ ചിലപ്പോ ഒരു മുജാഹിദ് വായിച്ചാൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ വായിച്ചാൽ അവർക്ക് അതിന്റെ വസ്തുത വെളിപ്പെടും. അവർക്ക് വെളിപ്പെടും. 5 കൊല്ലം കഴിഞ്ഞിട്ട് വായിച്ചാലോ ഉസ്താദെ അപ്പണ്ടോ ഈ ശബാബൊക്കെ അവര് സൂക്ഷിക്കണ്, ഇത് ഖുർആൻ സുന്നത്താന്നുള്ള വിചാരമൊന്നും അതേപോലെയാണ് സംഭവിച്ചത്. ആളുകളെ കൈകരിക്കുന്നത് ഇത് പോയിക്കുറങ്ങിയ സമയത്താണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഉദ്ധരിക്കാൻ തുടങ്ങിയത്. ഇതിനുള്ള വിഷയം എന്താ? ഞാൻ നിലവിളിക്കുന്ന മുസ്ലിമാണ്. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് സുന്നി പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനത്തിന്റെ അപ്പുറത്ത് മുജാഹിദ് പണ്ഡിതന്മാരോ സാക്ഷാൽ ഡോക്ടർ ഉസ്മാൻ സാഹിബോ ഈ വിഷയത്തിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. നബിയുടെ സാധാരണത്വത്തെ സംബന്ധിച്ച് ഇത് സാധാരണ മനുഷ്യരെന്ന് പറയുമ്പോൾ ആ വിഷയത്തിലുള്ള സുന്നി പണ്ഡിതന്മാർ അനവസരം നിത്തിരക്കും ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന വചനങ്ങൾക്ക് അവര് കൊടുത്ത വ്യാഖ്യാനത്തിന്റെ അപ്പുറത്ത് ഒരു സമീപനവും നമ്മുടെ പണ്ഡിതന്മാർ അനുസരിച്ചിട്ടില്ല. സുലൈമാൻ സഖാഫി തെറ്റാണ് വായിച്ചത്. ആ വാചകത്തിന്റെ ശേഷം വളരെ പ്രസക്തമായ മറ്റൊരു വരി കട്ട് വായിച്ചിരിക്കുന്നു. എന്താ പ്രശ്നം? എനിക്ക് നമ്മളെ പോലത്തെ കാഴ്ചയുള്ളൂ. നബിയുടെ കാഴ്ചക്കും അതിനുണ്ട്, നബിയുടെ കേൾവിക്കും പരിധിയുണ്ട്, നബിയുടെ അറിവിനും പരിധിയുണ്ട്. അതെ, എന്താ നബിയുടെ അറിവ് പരിധികളുണ്ട്, നല്ല പൊരിച്ചമാണ്. കഴിക്കാനും വരുന്നുണ്ടോ എന്ത് ചെയ്തു? അവിടെ കൂടെ സ്ത്രീകൾ സംസാരിക്കാൻ തുടങ്ങി. അത് ഉമ്മിന്റെ മാംസാണെന്ന് നബിയോട് പറഞ്ഞു കേട്ടോ. അത് ആ സ്ത്രീകൾ സംസാരിക്കുന്ന കേട്ടോടെ നബി എന്ത് ചെയ്തു? അതെനിക്ക് വേണ്ട, ഞാനത് കഴിക്കുന്നില്ല, നിങ്ങൾ കഴിച്ചോളൂ. അതെ, ഇത് നബിയുടെ കാഴ്ചക്ക് പരിധിയുണ്ടെങ്കിൽ നടന്നു പോകുന്ന റസൂലുള്ള പൊടിയുണ്ടെന്നുള്ളത് റസൂലാക്ക് മനസ്സിലായില്ല. അതിന്റെ ഋണാകരം കൂടി നബി പൊടിയിലേക്ക് കൊണ്ടു. നബിയുടെ കാഴ്ചക്ക് പരിധിയുണ്ടായിരുന്നു. അതെ, നബിക്ക് ശക്തിക്ക് പരിധിയുണ്ടായിരുന്നു. നബി സ്വഹാബത്തിന്റെ സഹായം പലപ്പോഴും പോയ കാര്യത്തിൽ തേടിയിട്ടുണ്ട്. ഈ നിലക്കൊക്കെ നബി സാധാരണ മനുഷ്യനെന്നേ പറഞ്ഞില്ലാത്തോളൂ. അങ്ങനെ പറഞ്ഞാൽ ഇത് ജിബിലിനെ കാണുന്ന ഇത് തൊട്ടടുത്ത് വരുന്നവരോ, എന്നാൽ വഹീന്റെ പ്രത്യേകത ലഭിച്ചിട്ടുണ്ടെന്ന് ആ പ്രത്യേകത നമുക്ക് അടുക്കില്ല. വഹീന്റെ പ്രത്യേകത ലഭിക്കുന്നുണ്ടെന്ന വരി
കേരളത്തിലെ ഉദാഹരണങ്ങളിലും പ്രഭാഷണങ്ങളിലും വായിച്ചപ്പോൾ അവസാനം എന്റെ 3 വിദ്യാർത്ഥികൾ ഈ ആവശ്യത്തിന്റെ ഉദാഹരണ വേദിയിലേക്ക് കയറിച്ചപ്പോൾ അവർ ക്ഷണിച്ചിരിക്കുക അവർക്ക് സമാധാനപരമായി ചോദിച്ചു